നെന്മാറ സഭയുടെ എല്ലാ അഭ്യുദകാംക്ഷികൾക്കും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ അതുല്യമായ നാമത്തിൽ ഞാൻ എൻ്റെ സന്ധ്യാവന്ദനങ്ങളെ അറിയിക്കുന്നു. ഈ ദൈവവചന പഠന പരമ്പരയുടെ ഭാഗമാകുവാൻ കഴിഞ്ഞതിൽ ഞാൻ സന്തോഷിക്കുകയും ദൈവത്തെ സ്തുതിക്കുകയും ചെയ്യുന്നു. ഇത് എൻ്റെ രണ്ടാമത്തെ ഊഴമാണ്. പ്രിയ ദൈവദാസനെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു, ദൈവത്തെ ഓർത്ത് ഞാൻ നന്ദി പറയുകയും ചെയ്യുന്നു. കഴിഞ്ഞ മാസത്തിൽ നമുക്ക് അനുഗ്രഹിക്കപ്പെട്ട ഒരു ക്ലാസ് കേൾക്കുവാൻ ഇടയായി തീർന്നു. ആരാണ് ക്ലാസ് എടുത്തതെന്ന് അറിയോ? ജോസഫങ്ങളെ എടുത്ത്. ഏത് വിഷയം എടുത്തതെന്ന് പറയാൻ പറ്റുമോ? ഏത് വിഷയം എടുത്തതെന്നൊന്ന് പറയാൻ പറ്റുമോ? അത് പറഞ്ഞാൽ എനിക്ക് ഇത്തിരി കോൺഫിഡൻസ് കിട്ടുള്ളൂ. എനിക്ക് വേണ്ടിയിട്ട് ഇത്തിരി ഉറക്കെ പറയും. 23-ാം സങ്കീർത്തനമാണ് എടുത്തത്. അതിലെനിക്ക് കിട്ടിയ ഒരു ആലോചന, എന്നെ സന്തോഷിപ്പിച്ച ഒരു ആലോചന എന്നുള്ളത്, ദൈവം ദാവീദിനെ നടത്തുവാനായിട്ടിടയായി തീർന്നു. ദാവീദ് തൻ്റെ ആടുകളെ നടത്തിയതിനേക്കാൾ അപ്പുറമായി, ഉപരിയായി ദൈവം ദാവീദിനെ നടത്തിയെന്നുള്ള അനുഗ്രഹിക്കപ്പെട്ട ചിന്തയാണ് എനിക്ക് ലഭിക്കുവാനായിട്ട് ഇടയായിത്തീർന്നത്. നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ കിട്ടിയിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുകയാണ്. ഈ ഇന്ന് നടക്കാൻ പോകുന്ന ക്ലാസ്സും നമ്മുടെ ജീവിതത്തിൽ ഏറെ അനുഗ്രഹമായി തീരട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. എല്ലാവരെയും വീണ്ടും ഞാൻ ഈ ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. നാം ഇന്ന് പഠിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നത് കൊലോസ്യ ലേഖനത്തിൽ നിന്നാണ്. കൊലോസ്യ ലേഖനം അറിയാത്തവർക്ക് വേണ്ടി പറയാണ്, പുതിയ നിയമത്തിലാണ്. പുതിയ നിയമത്തിൽ കുട്ടികളോടൊരു ചോദ്യം ചോദിക്കുകയാണ്. പുതിയ നിയമത്തിൽ ഒരു പുസ്തകം കുറച്ചാൽ എത്ര പുസ്തകമുണ്ട്? കുട്ടികളുണ്ട് ഇവിടെ നോക്ക്. പുതിയ നിയമത്തിൽ ഒരു പുസ്തകം കുറച്ചാൽ എത്ര പുസ്തകമുണ്ട്? 26 പുസ്തകമുണ്ട്. ഓക്കെ, നമുക്ക് അതിന് 3-ാം അധ്യായത്തിലേക്ക് കടന്നു വരാം. വായിക്കേണ്ട, കാരണം ഇത് 3-ാം അധ്യായം മുഴുവൻ ചിന്തിക്കുവാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് ഇതിൻ്റെ എല്ലാ ആത്മീയ പാഠങ്ങളിലേക്കും ഞാൻ പോകുവാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. അതിൻ്റെ പ്രധാനപ്പെട്ട വിഷയങ്ങളെ സ്പർശിച്ചുകൊണ്ട് കുറച്ച് ചിന്തകളും കുറച്ച് സംശയങ്ങളും ഞാൻ ബാക്കി വെച്ചിട്ട് പോകാനാണ് ആഗ്രഹിക്കുന്നത്. ഇന്ന് ഞാൻ ഈ ദൈവവചന പഠനം നടത്തുവാനായിട്ട് ആഗ്രഹിക്കുമ്പോൾ അതിൻ്റെ പിന്നിൽ ഉദ്ദേശിക്കുന്നത് ഒരു തുടർ പഠനം വിശ്വാസികളായിരിക്കുന്ന നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുവാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമം മാത്രമാണ് ഇന്ന് ഞാൻ നടത്തുന്നത്. അതുകൊണ്ട് ഒത്തിരി സംശയങ്ങളും ചോദ്യങ്ങളും ഒക്കെ വരുവാനായിട്ടുള്ള സാധ്യതയുണ്ട്. ദൈവം അതെല്ലാം നമ്മൾ പഠിച്ച് അതിൻ്റെ നിവാരണം കണ്ടെത്തുവാൻ സഹായിക്കട്ടെ എന്ന് ഞാൻ ഓർപ്പിക്കുന്നു. ഈ അധ്യായം നാം ആകമാനം പഠിക്കുവാനായിട്ട് നോക്കുമ്പോൾ ഇതിനെ 5 നിലയിൽ അപഗ്രഥിക്കുവാനായിട്ട് സാധിക്കും. 5 നിലയിൽ. അത് ഈ അധ്യായത്തെ മൊത്തത്തിൽ ഒന്ന് ചിന്തിക്കുമ്പോൾ ഒരു വിശ്വാസി ആയിരിക്കുന്ന ചില സാഹചര്യങ്ങളാണ് ഈ അധ്യായത്തിൽ കാണുവാനായിട്ട് സാധിക്കുന്നത്. അല്ലെങ്കിൽ ഒരു വിശ്വാസിയുടെ ചില ആത്മീക അവസ്ഥകൾ, ഈ 2 നിലയിൽ നമുക്ക് പറയാൻ പറ്റും. വിശ്വാസി പല സാഹചര്യങ്ങളിൽ, അല്ലെങ്കിൽ വിശ്വാസിയുടെ ആത്മീക അവസ്ഥകൾ, 5 നിലയിൽ നമുക്കിത് അപഗ്രഥിക്കുവാനായിട്ട് സാധിക്കും. ഞാൻ ഓരോന്നായിട്ട് പറയാം എഴുതുന്നവർക്ക് വേണ്ടിയിട്ട്. ഒന്നാമതായിട്ട് 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങൾ, അത് വിശ്വാസി സ്വർഗത്തിൽ ആണെന്നുള്ള ഒരു വസ്തുത ഓർപ്പിക്കുന്നുണ്ട്. വിശ്വാസി സ്വർഗത്തിൽ, 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങൾ. രണ്ടാമതായിട്ട് അതിന് 5 മുതൽ 13 വരെയുള്ള വാക്യങ്ങളാണ്. അവിടെ നമ്മൾ കാണുന്നത് വിശ്വാസി ലോകത്തിൽ എന്നുള്ളതാണ്. വിശ്വാസി ലോകത്തിൽ. എല്ലാവരും കേട്ടു എന്ന് വിചാരിക്കണം. കേൾക്കാം. മൂന്നാമതായിട്ട് 12 മുതൽ 17 വരെയുള്ള വാക്യങ്ങളാണ്. അത് വിശ്വാസി സഭയിൽ എന്നുള്ളതാണ്. വിശ്വാസി സഭയിൽ. നാലാമതായിട്ട് അതിന് 18 മുതൽ 22 വരെയുള്ള വാക്യങ്ങളാണ്. 18 മുതൽ 21 വരെയുള്ള വാക്യങ്ങൾ.
നോക്കാമോ? മൂന്നാമതായിട്ട് വിശ്വാസി സഭയിൽ, അത് 12 മുതൽ 17 വരെയുള്ള വാക്യങ്ങളാണ്. നാലാമതായിട്ട് വിശ്വാസി കുടുംബത്തിൽ. കൺഫ്യൂഷൻ ആയോ? ഇല്ല. നാലാമതായിട്ട് വിശ്വാസി കുടുംബത്തിൽ, അത് 18 മുതൽ 21 വരെയുള്ള വാക്യങ്ങളാണ്. അഞ്ചാമതായിട്ട് വിശ്വാസി തൊഴിലിടങ്ങളിൽ, തൊഴിൽ മേഖലയിൽ, അഞ്ചാമതായിട്ട്. അത് 3-ാം അധ്യായത്തിൻ്റെ 22 മുതൽ 4-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യം വരെ. അങ്ങനെ 5 നിലയിലാണ് ഈ അധ്യായത്തെ വിഭജിച്ചിരിക്കുന്നത്. അങ്ങനെ നമുക്ക് അപഗ്രഥിക്കുവാനായിട്ട് സാധിക്കും. അപ്പോൾ വിശ്വാസി സ്വർഗത്തിൽ എന്ന് പറയുമ്പോൾ വിശ്വാസി എന്ത് ചിന്തിക്കണം എന്നുള്ള പാഠമാണ് ലേഖനകർത്താവ് തരുന്നത്. എന്ത് ചിന്തിക്കണം? വിശ്വാസി ലോകത്തിലാണെന്ന് പറയുമ്പോൾ എന്ത് ധരിക്കരുത് എന്നുള്ളതാണ് നാം അതിൽ നിന്ന് പഠിക്കുന്നത്. മൂന്നാമതായിട്ട് വിശ്വാസി സഭയിലാണെന്ന് പറയുമ്പോൾ വിശ്വാസി എന്ത് ചെയ്യണം എന്നുള്ളൊരു പാഠം അവിടെ കൊടുക്കുന്നുണ്ട്. നാലാമതായിട്ട് വിശ്വാസി കുടുംബത്തിലാണെന്ന് പറയുമ്പോൾ എന്ത് അനുവർത്തിക്കണം എന്നുള്ള പാഠമാണ് നമുക്ക് അവിടെ നിന്ന് ലഭിക്കുന്നത്. അഞ്ചാമതായിട്ട് വിശ്വാസി തൊഴിൽ മേഖലയിൽ അല്ലെങ്കിൽ തൊഴിലിടങ്ങളിൽ അവിടെ നമ്മൾ കാണുന്നത് എന്ത് ആചരിക്കണം എന്നുള്ളതാണ്. ഇങ്ങനെയാണ് ഈ അധ്യായം പഠിക്കുമ്പോൾ എനിക്ക് പഠിക്കുവാനായിട്ട് ഇടയായിത്തീരുന്നു. എല്ലാവർക്കും കിട്ടിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഓക്കെ, നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും. ഒന്നാമത്തെ ഭാഗം നമുക്ക് ചിന്തിക്കാം. വിശ്വാസി സ്വർഗത്തിൽ. വിശ്വാസിക്ക് ഒരു സ്വർഗീയ അവസ്ഥയുണ്ട് എന്നാണ് 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ കാണുവാൻ സാധിക്കുന്നത്. നമ്മൾ വായിക്കേണ്ട, സമയം കുറവായതുകൊണ്ട് വായിക്കേണ്ട. അതിൽ ഒന്നാമത് ചിന്തിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നത് വിശ്വാസിക്ക് 4 സ്വർഗീയ അവസ്ഥകളാണ് ഈ ഖണ്ഡികയിൽ കാണുന്നത്. 4 സ്വർഗീയ അവസ്ഥകൾ. അത് ഒന്നാമത് 3-ാം വാക്യത്തിൽ വായിക്കുന്നു, നീ മരിച്ചു എന്നുള്ളതാണ്. നീ മരിച്ചു എന്നുള്ളതാണ്. ഇത് സാധാരണ ഒരു ലോകമനുഷ്യന് മനസ്സിലാക്കുവാൻ പറ്റാത്ത ഒരു പ്രയോഗമാണ്. ജീവിച്ചിരിക്കുന്ന വിശ്വാസികളോട് പറയുകയാണ് നീ മരിച്ചു. അത് ബൈബിൾ വിശ്വസിക്കുന്ന ആളുകൾക്ക് മാത്രം മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. അത് ഭൂതകാലത്തിൽ പറഞ്ഞിരിക്കുന്നു. അങ്ങനെയെങ്കിൽ ഇതെപ്പോഴാണ് സംഭവിച്ചത്? ഒരു വിശ്വാസി നീ മരിച്ചു എന്ന് പറയുന്നത് എപ്പോൾ സംഭവിച്ചു എന്നുള്ളതാണ്. എന്നെ ഒന്ന് സഹായിക്കണം. പാപത്തിൽ മരിച്ചു എന്നുള്ളത് അത് ആദാമിനോടുള്ള ബന്ധത്തിൽ പറയുന്ന കാര്യമാണ്. ഇവിടെ പറയുന്നത് ക്രിസ്തുവിനോടുള്ള ബന്ധത്തിലാണ് പറയുന്നത്. യേശു ക്രിസ്തുവിനോടുള്ള ബന്ധത്തിൽ എല്ലാ കാര്യങ്ങളും പറയണത് സ്നാനത്തോടുള്ള ബന്ധത്തിൽ. അതാണ് ഒന്ന് നമുക്ക് വിശകലനം ചെയ്ത് നോക്കാം. എപ്പോൾ മരിച്ചു എന്ന് ചോദിച്ചാൽ സ്നാനത്തോടുള്ള ബന്ധത്തിലാണെന്ന് പറഞ്ഞു. നമുക്ക് ആ വാക്യം ഒന്ന് വായിക്കാം. അതിൻ്റെ 2-ാം അധ്യായത്തിൻ്റെ 12-ാം വാക്യം. അതെ, അവിടെ സ്നാനപ്പെട്ടപ്പോഴാണ് മരിച്ചു എന്ന് പറഞ്ഞിരിക്കുന്നത്. റോമാലേഖനത്തിൻ്റെ 6-ാം അധ്യായത്തിലും പറഞ്ഞിരിക്കുന്നത് എന്താ? ഇതേ ആശയം തന്നെയാണ് പറയുന്നത്. സ്നാനപ്പെട്ടപ്പോൾ നാം ക്രിസ്തുവിനോടുകൂടെ മരിച്ചു. എന്നാൽ വേറൊരു വാക്യം ഞാൻ നിങ്ങളെ വായിച്ച് കേൾപ്പിക്കാം. ഗലാത്യ ലേഖനം 2:20. ഗലാത്യ ലേഖനം 2:20. ഗലാത്യ 2:20. മതി, അത്ര മതി. ഞാൻ ക്രിസ്തുവിനോട് കൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. അപ്പോൾ ഇവിടെ റോമാലേഖനത്തിലും പരിചയമുള്ള വാക്യമാണ്. റോമാലേഖനം 6-ലും ഇവിടെ കൊലോസ്യർ 2:12 സ്നാനത്തിൽ മരിച്ചു എന്ന് പറയുന്നത്. ഇതെങ്ങനെ ശരിയാകും എന്നുള്ളതാണ്. ഇത് രണ്ടും എങ്ങനെ ശരിയാകും എന്ന് പറയാം. എന്നെ ഒന്ന് സഹായിക്കുക. ഇത്തിരി ഉറക്കെ പറയും. പൗലോസ് പറയുന്നത് ഞാൻ ക്രിസ്തുവിനോട് കൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. അതേ പൗലോസ് തന്നെയാണ് പറയുന്നത് സ്നാനത്തിൽ ഇതെങ്ങനെ ശരിയാവും എന്നുള്ളതാണ്. ഒന്ന് ചിന്തിക്കാൻ വേണ്ടിയാണ് ഈ ഗ്യാപ്പ് ഇട്ടിരിക്കുന്നത്. വേറൊരു ഭാഗത്തേക്ക് കൊണ്ടുപോകാം. അതായത് ചോദ്യം,
ആദാം മരിച്ചപ്പോൾ നമുക്കെന്ത് സംഭവിച്ചേ? ആദാം മരിച്ചപ്പോൾ നമുക്കെന്ത് സംഭവിച്ചു? നമ്മൾ മരിച്ചു അല്ലേ? വാക്യം വേണ്ട, റോമർ 5:15. നോക്കുക, ആ ഭാഗം എല്ലാം അത് തന്നെയാണ് പറയണത്. അവിടെ ആദാം മരിച്ചപ്പോൾ സകല മനുഷ്യവർഗവും മരിക്കുവാനായിട്ട് ഇടയായിത്തീർന്നു. അങ്ങനെയെങ്കിൽ യേശുക്രിസ്തു മരിക്കുമ്പോൾ എന്ത് സംഭവിക്കണം? എന്ത് സംഭവിക്കണം? അനീഷ് എന്ന് പറഞ്ഞേ. യേശുക്രിസ്തു മരിക്കുമ്പോൾ എന്ത് സംഭവിക്കണം? യേശുക്രിസ്തു എന്തിനു വേണ്ടി മരിച്ച? നമ്മുടെ പാപത്തിന് വേണ്ടി മരിച്ച. ആരുടെ മരണ യേശുക്രിസ്തു മരിച്ച? എൻ്റെ മരണം, നമ്മുടെ മരണമാണ് യേശുക്രിസ്തു മരിച്ചത്. അങ്ങനെയാണെങ്കിൽ നീ മരിച്ചു, ക്രിസ്തുവിനോട് കൂടെ മറിഞ്ഞിരിക്കുന്നു എന്ന് പറയുമ്പോൾ നീ മരിച്ച എപ്പോഴാ? അവിടെ എപ്പോഴാ? ക്രിസ്തു മരിച്ചപ്പോൾ. അംഗീകരിക്കാൻ പറ്റുമോ? ഇത്തിരി സംശയം ഉണ്ടാകുന്ന കാര്യങ്ങളാണ്, അതുകൊണ്ടാണ് ചോദിക്കുന്നത്. ജോസോര എന്തെങ്കിലും പറയുന്നുണ്ടോ? യേശു ഈ കൊലസ്സലേഖനം 2-ാം അധ്യായത്തിൻ്റെ 20 വായിക്കാം. അത്ര മതി. ക്രിസ്തുവിനോട് കൂടെ മരിച്ചു. അപ്പോൾ നമ്മൾ മരിച്ചപ്പോഴാ? നമ്മൾ മരിച്ചു പറഞ്ഞപ്പോൾ എൻ്റെ മരണം അല്ലെങ്കിൽ നമ്മുടെ മരണം യേശു മരിച്ചു. അപ്പോൾ നമ്മൾ മരിച്ചപ്പോഴാ? ക്രിസ്തു മരിച്ചപ്പോൾ. അതേപോലെ ദിവസം പറയുന്നത് ഞാൻ ക്രിസ്തുവിനോട് കൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. അപ്പോൾ ഈ സ്നാനത്തിൽ പറഞ്ഞതോ? പ്രതീകാത്മകമായിട്ട് പറയുന്നു. അത് അങ്ങനെയല്ല എന്നുള്ളൊരു വാദം ബ്രദറൻകാരുടെ ഇടയിലുണ്ട്, അങ്ങനെ ആണ് എന്നുള്ളൊരു വാദം ബ്രദറൻകാരുടെ ഇടയിൽ ഉണ്ട്. അങ്ങനെയെങ്കിൽ നമ്മൾ എവിടെ നിൽക്കും? ഇവിടെ പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇത് ഈ കൊലോസ്യലേഖനത്തിൽ പറയുന്ന സ്നാനം അത് സ്നാനമാണോ അല്ലെങ്കിൽ റോമാലേഖനം 6 പറയുന്നത് ആണോ ജലസ്നാനമാണോ എന്നുള്ളതാണ്. രണ്ടും ഒന്നായിക്കൂടാ? കാണാം. ഉറപ്പിച്ചു പറയേ. ഒന്നില്ലെങ്കിൽ ഞാനിത് വിശ്വസിക്കുന്നു എന്നുള്ളത് ആ ഒരു ലെവലിൽ പറയണം. റോമാലേഖനം 6-ാം അധ്യായത്തിൽ പറയണത് ജലസ്നാനമാണെങ്കിൽ ഞാനത് ജലസ്നാനമാണെന്ന് വിശ്വസിക്കുന്നു, അല്ലെങ്കിൽ കൊലോസിലും പറയണത് അത് ജലസ്നാനമാണെന്ന് വിശ്വസിക്കുന്നു, അല്ലെങ്കിൽ ആത്മസ്നാനം ആണെന്ന് വിശ്വസിക്കുന്നു. കൊലോസിന് ജലസ്നാന, അവിടെ പ്രശ്നം തീർന്നു. അല്ല, അപ്പോൾ അവിടെ പ്രശ്നം തീർന്നു. പക്ഷെ തീർന്നിട്ടില്ല. തീരാതിരിക്കുന്ന എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഈ സ്നാനത്തിലാണ് എന്ത് സംഭവിച്ചിരിക്കുന്നത്? മരണം സംഭവിച്ചിരിക്കുന്നത് പറയണത്. അപ്പോൾ നമ്മളെങ്ങനെ ഇത് കറക്റ്റ് ചെയ്യും? എന്ന് പറഞ്ഞാൽ മനസ്സിലാവുന്നുണ്ടോ? എൻ്റെ കഴിവുറവ് കൊണ്ട് നിങ്ങൾക്ക് മനസ്സിലാകാതെ പോകരുത്. എങ്ങനെ ഇത് നമ്മൾ കറക്റ്റ് ചെയ്യും? ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, അതായത് ആദാം മരിച്ചപ്പോൾ നമ്മൾ മരിച്ചു, ക്രിസ്തു മരിക്കുമ്പോഴും നമ്മൾ മരിക്കുന്നു. ക്രിസ്തു മരിക്കുമ്പോൾ നാം മരിച്ചതായിട്ട് ദൈവം കണക്കാക്കുന്നില്ലെങ്കിൽ നമ്മുടെ രക്ഷ എന്തായി മാറും? രക്ഷ പൂർണ്ണമാകുമോ? രക്ഷ ക്രൂശിൽ പൂർണ്ണമായി തീർന്നിട്ടുണ്ട് അല്ലേ? ഉണ്ടോ? രക്ഷ ക്രൂശിൽ പൂർണ്ണമായിട്ട് തീർന്നിട്ടുണ്ട്. ഇത് നമ്മൾ പഠിപ്പിക്കുന്ന ഒരു പാഠമാണ്. എന്നാൽ ഈ സ്നാനത്തെ സംബന്ധിച്ച് വിശ്വസിക്കുന്ന ആളുകൾ ഈ സ്നാനത്തോടു കൂടെയാണ് രക്ഷ പൂർണ്ണമാകുന്നത്. അങ്ങനെ വരുമ്പോൾ രക്ഷയിൽ ആർക്കൊക്കെ പങ്കുണ്ട്? നമുക്കെല്ലാവർക്കും പങ്കുണ്ട്. അങ്ങനെ വന്നാൽ അത് ശരിയാവുമോ? ഇല്ല. അങ്ങനെയാണെങ്കിൽ എല്ലാ മതങ്ങളും ശരിയാണ്. രക്ഷയിൽ നമുക്ക് പങ്കുണ്ടെങ്കിൽ എല്ലാ മതങ്ങളും ഓക്കെയാ. ബൈബിൾ പറയുന്ന രക്ഷയ്ക്ക് എന്താ? ക്രിസ്തു മാത്രമാണ് ഉത്തരവാദി, ക്രിസ്തു മാത്രമാണ് കാരണക്കാരൻ, ക്രിസ്തുവിൽ മാത്രം ഒതുങ്ങിയും നിറഞ്ഞു നിൽക്കുന്നു.
ക്രിസ്തുവിന് വെളിയിൽ എന്താ ആ രക്ഷ ഇല്ല. ക്രിസ്തു ആ രക്ഷ നമ്മളിലേക്ക് പിന്നെ എന്ത് ചെയ്യുക? അത് ദാനമായിട്ട് കടന്നു വരുന്നു. അഭിപ്രായ വ്യത്യാസം ഉണ്ടോ? ഇല്ല. ഞാൻ പറഞ്ഞ് മനസ്സിലായെന്ന് വിചാരിക്കണം. ആ രക്ഷ ക്രിസ്തുവിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യുന്നു? ദാനമായിട്ട് കടന്നു വരുന്നു. രക്ഷയിൽ 1% പോലും പാപികളായിരിക്കുന്ന മനുഷ്യർക്ക് പങ്കില്ല. അങ്ങനെ പങ്കുണ്ടെങ്കിൽ എല്ലാ മതങ്ങളും ശരിയാണെന്ന് പറയേണ്ടതായിട്ട് വരും. ഞാൻ മുന്നോട്ട് പോകാനായിട്ട് ആഗ്രഹിക്കണം. അപ്പോൾ സ്നാനത്തിൽ സംഭവിച്ച എന്താണ്? അതായത് ആത്മസ്നാനം എപ്പോൾ നടന്നു? അത് നടന്നു അന്ന് ക്രിസ്തുവിൽ നമ്മുടെ മരണം തീർന്നെങ്കിൽ അന്ന് ക്രിസ്തുവിൽ മരിക്കാനായിട്ട് ഇടയായി തീർന്നു. ക്രിസ്തു എൻ്റെ മരണമാണ്, നമ്മുടെ മരണമാണ് ക്രൂശിൽ മരിച്ചതുകൊണ്ട് എന്ത് ചെയ്യുന്നു? ആ മരണം എൻ്റെ രക്ഷയ്ക്ക് കാരണമായി തീരുവാൻ ഇടയായി തീർന്നു. ദൈവം അങ്ങനെ കണക്കാക്കി എന്നുള്ളതാണ്. ദൈവം അങ്ങനെ കണക്കാക്കി. അങ്ങനെ ദൈവം കണക്കാക്കുന്നില്ലെങ്കിൽ എന്തുണ്ടാവും? രക്ഷയ്ക്കായിട്ട് നമ്മൾ പ്രവർത്തിക്കേണ്ടതായിട്ട് ആവശ്യം വന്നേരം. നമുക്ക് മുന്നോട്ട് പോകാം. അപ്പോൾ നിങ്ങൾ മരിച്ചു, ക്രിസ്തുവിനെ നാം ഏറ്റെടുക്കുമ്പോൾ ക്രിസ്തുവിൻ്റെ മരണം എൻ്റെ മരണമായിട്ട് ദൈവം കണക്കാക്കുകയാണ് ചെയ്യുന്നത്. ക്രിസ്തുവിൻ്റെ മരണം എന്ന് പറയുന്നത് അത് ഒരു സ്വർഗീയ കാര്യമാണ്, സ്വർഗീയ അവസ്ഥയായ കാര്യമാണ്. നീ മരിച്ചു അല്ലെങ്കിൽ നിങ്ങൾ മരിച്ചു എന്ന് പറയുമ്പോൾ അതെന്താ? അത് സ്വർഗീയമായിരിക്കുന്ന ഒരു കാര്യമാണ്, അത് ഭൗതികമായിരിക്കുന്ന കാര്യമല്ല. കാരണം ക്രിസ്തുവിൻ്റെ മരണം തീരുമാനിക്കപ്പെട്ടത് എവിടെ വെച്ചാ? അല്ലല്ല, ക്രിസ്തുവിൻ്റെ മരണം തീരുമാനിക്കപ്പെട്ടത് സ്വർഗ്ഗത്തിൽ വെച്ചാ അല്ലേ? അത് അനാദികാലത്തിന് മുമ്പ്, ലോകസ്ഥാപനത്തിന് മുമ്പ് ഉണ്ടായിരിക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ നിങ്ങൾ മരിച്ചു എന്ന് പറയുന്നത് അത് സ്വർഗീയമായിരിക്കുന്ന കാര്യമാണ്. ആ നമ്മളിലേക്ക് കടന്നു ആയിട്ട് ഇടയാകുന്നത്. അതുകൊണ്ട് നമുക്ക് എന്തിട്ട് നമ്മൾ ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ നമുക്കൊരു സ്വർഗീയ അവസ്ഥ ഉണ്ട് എന്നുള്ളതാണ് ഞാൻ പറയാനായിട്ട് ശ്രമിക്കുന്നത്. അപ്പോൾ നിങ്ങൾ മരിച്ചു എന്ന് പറയുമ്പോൾ നാം ക്രിസ്തു മരിച്ചപ്പോൾ നമ്മൾ മരിക്കുവാനായിട്ട് ഇടയായി തീർന്നു. നമ്മുടെ മരണം അത് സ്വർഗീയമായതുകൊണ്ട് നമുക്ക് ആത്മീയമായിട്ടും ഒരു സ്വർഗീയ ഒരു ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ ഉണ്ട് എന്നാണ് അതിൻ്റെ സാരം. പറഞ്ഞ് മനസ്സിലായിട്ടുണ്ടോ? യോജിക്കാൻ പറ്റാത്ത കാര്യങ്ങളുണ്ടെങ്കിൽ ഒന്ന് പറയാം. സ്നാനത്തിൽ എന്താണ് സംഭവിച്ചത്? ഇവിടെ ജലസ്നാനമാണ് സംഭവിച്ചത്. ജലസ്നാനത്തിൽ ആത്മസ്നാനത്തിൽ എന്താണ് സംഭവിച്ചത്? അതെന്ത് ചെയ്യാ? അത് ജലസ്നാനത്തിൽ ഞാനത് സമ്മതിക്കുന്നു, ഞാനത് വെളിപ്പെടുത്തുന്നു എന്നൊക്കെ നമുക്ക് പറയാനായിട്ട് സാധിക്കും. ജലസ്നാനത്തിലാണ് നാം മരിച്ചുവെങ്കിൽ രക്ഷയിൽ നമുക്കും പങ്കുണ്ട് എന്ന് വരുവാനായിട്ടുള്ള ഒരു സാധ്യതയുണ്ട്. നമുക്ക് മുന്നോട്ട് പോകാം അടുത്ത പോയിന്റിലേക്ക്. ഒന്ന്, നിങ്ങൾ മരിച്ചു എന്നുള്ളതാണ്. ഞാൻ പറഞ്ഞ് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഇപ്പോൾ ചോദിക്കാം, അല്ലെങ്കിൽ നമുക്ക് മുന്നോട്ട് പോകാം. അടുത്ത് 2, നിങ്ങൾ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. 1-ാം വാക്യമാണ് വായിക്കുന്നത്. ആകയാൽ നിങ്ങൾ ക്രിസ്തുവിനോട് കൂടെ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അതും ഭൂതകാലത്തിലാണ് പറഞ്ഞിരിക്കുന്നത്. എപ്പോഴാണ് സംഭവിച്ചതെന്നുള്ളതാണ്. എപ്പോഴാണ് സംഭവിച്ചത്? ഇനി അതിൻ്റെ എക്സ്പ്ലനേഷൻ്റെ ആവശ്യമില്ല, നമുക്ക് ക്ലിയർ ആണ് എപ്പോഴാണ് സംഭവിച്ചത്. യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റപ്പോൾ നമുക്കൊരു വാക്യം നമുക്ക് വായിക്കാം സംശയമില്ലാതിരിക്കാൻ വേണ്ടി. ഫിലിപ്പ് ലേഖനം 2-ാം അധ്യായത്തിൻ്റെ എഫേസ്യ ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 6-ാം വാക്യം. രണ്ടിൻ്റെ 6-ാം വാക്യം, അല്ല 7-ാം വാക്യം. അല്ലല്ല, എഫേസ്യ 2-ന്റെ അവനോടുകൂടെ ഉയർത്തെഴുന്നേൽപ്പിച്ചു. അതായത് രക്ഷയെപ്പറ്റി വളരെ വിശദമായിട്ട് പറയുന്ന സമയത്തിന് ശേഷം പറയുന്ന ഒരു കാര്യമാണ് എന്താ? രക്ഷകൃപയാൽ ലഭിച്ചു, കരുണാസമ്പന്നനായ ദൈവം അത് ദാനമായിട്ട് തന്നു, വിശ്വാസത്താലല്ലോ നിങ്ങൾ രക്ഷിക്കപ്പെട്ടിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് പറയാണ് അവരെ എന്ത് ചെയ്യുക? ഉയർത്തെഴുന്നേറ്റ് സ്വർഗത്തിൽ ഇരുത്തുകയും ചെയ്തു എന്ന് പറഞ്ഞാൽ നമ്മുടെ ആത്മീക അവസ്ഥ എന്താ? നാം ഇന്ന് ആത്മീയമായിട്ട് സ്വർഗത്തിൽ കർത്താവിനോടുകൂടെ ഇരിക്കുകയാണ് എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. ഇനിയിപ്പോൾ അതും സ്നാനത്തിൽ വരുന്നുണ്ട്. നേരത്തെ പറഞ്ഞു തന്നെയാണ് അതിൻ്റെ വിശദീകരണം. സ്നാനത്തിലാണ് ഉയർത്തെഴുന്നേൽക്കുന്നെങ്കിൽ എന്ന് പറയും നമ്മുടെ പങ്കും ഉണ്ട് എന്ന് വരും. അത് എന്ന് പറഞ്ഞാൽ സ്നാനം കൂടാതെ രക്ഷ പൂർണ്ണമല്ല എന്ന് പറയേണ്ടതായിട്ട് വരും. അങ്ങനെയുള്ള ബാധ്യതകൾ നമ്മുടെ ഇടയിലുണ്ട്. അതുകൊണ്ടാണ് ഇത് പറയാനായിട്ട് ഇടയായിത്തീർന്നത്. അടുത്ത് 3-ാമത് പറഞ്ഞത് 3-ാം വാക്യം, നിങ്ങൾ മരിച്ചു, നിങ്ങളുടെ ജീവൻ ക്രിസ്തുവിനോടുകൂടെ ദൈവത്തിൽ മറഞ്ഞിരിക്കുന്നു. അതായത് നിങ്ങൾ മറഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ്. അതും ഭൂതകാലത്തിലാണ് പറഞ്ഞിരിക്കുന്നത്. ഒരു വിശ്വാസിയുടെ ആത്മീക അവസ്ഥ എന്ന് പറയുന്നത് ക്രിസ്തുവിൽ നാം എല്ലാവരും മറഞ്ഞിരിക്കുകയാണ്. മറഞ്ഞിരിക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണെന്ന് ചോദിച്ചാൽ പാപപരിഹാരം വരുത്തിയ
സമയം മുതൽ നാം എവിടെയാ? നാം ക്രിസ്തുവിൽ മറിഞ്ഞിരിക്കുക. അതിൻ്റെ ഒന്നാമത്തെ ആശയം എന്ന് പറയുന്നത് നമ്മുടെ രക്ഷ ഭദ്രമായിരിക്കുന്നു. രക്ഷ അതെന്താ? രഹസ്യമായിട്ടിരിക്കുന്നു. അത് ക്രിസ്തുവിന് മാത്രം അറിയുന്ന ഒരു രഹസ്യമാണ് നാം ക്രിസ്തുവിൽ മറിഞ്ഞിരിക്കുന്നു എന്നുള്ളത്. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ വലിയ ആത്മീയ അനുഗ്രഹമാണ് നമുക്ക് ക്രിസ്തുവിൽ നിന്ന് ലഭിച്ചിരിക്കുന്നതെന്ന് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. അതിൻ്റെ ഒന്നാമത്തെ ആശയം എന്ന് പറയുന്നത് അത് നമ്മുടെ രക്ഷ ക്രിസ്തുവിൽ ഭദ്രമായിരിക്കുന്നു. അത് ക്രിസ്തുവിന് മാത്രം രഹസ്യമായിട്ടിരിക്കുന്ന ഒരു കാര്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതിൻ്റെ രണ്ടാമത്തെ ആശയം എന്ന് പറയുന്നത് അതൊരിക്കലും ദൃശ്യമല്ല. അത് നമ്മെ സംബന്ധിച്ച് എന്താ? അതൊരു ദൃശ്യമല്ല, ഒരിക്കലും നമുക്ക് കാണാനോ കണ്ടുപിടിക്കാനോ സാധിക്കില്ല. മറിച്ച് എന്താ? അതൊരു ചിന്തയും ഒരു ആത്മീക അനുഭവമാണ്. ഒരു യഥാർത്ഥമായിരിക്കുന്ന വിശ്വാസിക്ക്, രക്ഷിക്കപ്പെട്ട ഒരു വിശ്വാസിക്ക് ഞാൻ ക്രിസ്തുവിൽ മറിഞ്ഞിരിക്കുന്നു എന്നുള്ള ഒരു ചിന്ത തീർച്ചയായിട്ടും ഉണ്ടാകും. അത് തൻ്റെ ഒരു ആത്മീക അനുഭവമാണെന്ന് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. അതിൻ്റെ ചെറിയൊരു ചിത്രമാണ് നമുക്ക് 91-ാം സങ്കീർത്തനത്തിൽ നമ്മൾ വായിക്കുന്നത്. എങ്ങനെ വായിക്കുന്നത്? അത്യുന്നതൻ്റെ മറവിൽ വസിക്കുക. അത് വലിയൊരു ആത്മീയമാണ്. ഒരു വിശ്വാസിയുടെ യഹോവയുടെ മറവിൽ അവൻ ഇവിടെ ഇരുന്നു കൊണ്ട് വലിയ ആത്മീക അനുഗ്രഹങ്ങൾ പ്രാപിക്കുന്നതിൻ്റെ ചിത്രമാണ് 91-ാം സങ്കീർത്തനം നമ്മൾ മുഴുവൻ കാണുന്നത്. ഓക്കെ, ബൈബിളിലെ ദാനിയേലിനെ പോലുള്ള ആളുകളൊക്കെ ആ ആത്മീയ അനുഭവങ്ങളിൽ കൂടെ കടന്നുപോയതായിട്ട് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. നമുക്ക് മുന്നോട്ട് പോകാം. ആദാമിനെ സൃഷ്ടിച്ചപ്പോൾ നാം എവിടെയായിരുന്നു? നാം ആദാമിൽ അല്ലേ മറിഞ്ഞിരുന്നു. നാം ആദാമിൽ ഉണ്ടായിരുന്നു. അതിനും വിപരീതമായ പഠനങ്ങൾ നമ്മളുടെ ഇടയിലൊക്കെ ഉണ്ട്. ആദാമിനെ സൃഷ്ടിച്ചപ്പോൾ നാം ആദാമിൽ ഇല്ലായിരുന്നു ചിന്തിക്കുന്ന ആളുകളുണ്ട്. പക്ഷേ എന്താ? എല്ലാ മനുഷ്യരും എവിടെ ഉണ്ടായിരുന്നു? ആദാമിലുണ്ട്. അങ്ങനെയെങ്കിൽ പുതിയ സൃഷ്ടികളായിരിക്കുന്ന നമ്മൾ എവിടെയുണ്ട്? അതെ, ഒരുവൻ ക്രിസ്തുവിലായാൽ എല്ലാവരും പുതിയ സൃഷ്ടികളായി നാം ക്രിസ്തുവിൽ മറിഞ്ഞിരിക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. നമുക്ക് മുന്നോട്ട് പോകാം. അടുത്ത്, അങ്ങനെയാണെങ്കിൽ നാം മറിഞ്ഞിരിക്കുകയാണെങ്കിൽ നമ്മൾ വെളിപ്പെടുമോ? വെളിപ്പെടും. അടുത്ത വാക്യം 4-ാം വാക്യം, 3-4 വാക്യം. അതെ, നിങ്ങളും വെളിപ്പെടുവാനായിട്ട് ഇടയായിത്തീരും എന്നാണ്. ഇത് ദൃശ്യമാകുവാനായിട്ട് പോകുന്നത്. അത് മഹാ അത്ഭുതമായിട്ട് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. എന്ന് പറഞ്ഞാൽ ഞാൻ ഇന്നും പകലും പറഞ്ഞൊരു കാര്യമാണ്, നാം രക്ഷിക്കപ്പെട്ടു എന്ന് പറഞ്ഞിരിക്കുന്ന പല ആളുകളും എന്നുണ്ടാവും ഈ വെളിപ്പെടുന്ന സാഹചര്യത്തിൽ ഉണ്ടാവില്ല. കാരണം രക്ഷിക്കപ്പെട്ടു എന്നുള്ള ധാരണയിൽ മുന്നോട്ട് പോകുന്ന അനേക ആളുകളുണ്ട്. എനിക്ക് വ്യക്തിപരമായിട്ട് അറിയും. അവർ വിചാരിക്കുന്നത് ഞങ്ങൾ രക്ഷിക്കപ്പെട്ടു എന്നുള്ളതാണ്. സത്യത്തിൽ എന്താ? അവർ രക്ഷിക്കപ്പെട്ടിട്ടില്ല. പിന്നെന്താ? അവർ ക്രിസ്തു അനുഗാമികളായിട്ട് ഇങ്ങനെ പോകുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. എന്നാൽ കർത്താവായ യേശു ക്രിസ്തു വെളിപ്പെടുമ്പോൾ കൃത്യമായിട്ടും ആരെല്ലാം ഈ രക്ഷയുടെ ഭാഗവാക്കളായിട്ട് തീർന്നിട്ടുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഒരു വാക്യം, വെളിപ്പെടുന്നതിനെ പറ്റിയുള്ള വാക്യങ്ങളൊന്ന് എഴുതുന്നവർക്ക് എഴുതാം. 1 യോഹന്നാൻ 3:2, 1 യോഹന്നാൻ 3:2 എല്ലാം നമുക്ക് അറിയുന്ന വാക്യങ്ങളാണ്. ഫിലിപ്പിയർ 3:20-21 വായിക്കാൻ വേണ്ടിയിട്ടല്ല, എഴുതാൻ വേണ്ടിയിട്ടാണ്. ഫിലിപ്പിയർ 3:20-21, റോമർ 8:17-18, റോമർ 8:30. ഒന്നുകൂടി പറയാം. 1 യോഹന്നാൻ 3:2, ഫിലിപ്പിയർ 3:20-21, റോമർ 8:17-18, റോമർ 8:30. ഓക്കെ, അപ്പോൾ നമുക്കിങ്ങനെ ചേർത്ത് പറയാനായിട്ട് പറ്റും. നാം ക്രിസ്തുവിനോടുകൂടെ മരിച്ചുവെങ്കിൽ തീർച്ചയായിട്ടും ക്രിസ്തുവിനോടുകൂടെ ഉയർത്തും. നാം ക്രിസ്തുവിനോടുകൂടെ ഉയർത്തുമെങ്കിൽ നാം ഉറപ്പായിട്ടും ക്രിസ്തുവിനോടുകൂടെ മറിഞ്ഞിരിക്കുന്നുണ്ട്. നാം ക്രിസ്തുവിനോടുകൂടെ ഇരിക്കുന്നുണ്ടെങ്കിൽ നാം എന്ത് ചെയ്യും? നാം ഒരു ദിവസം വെളിപ്പെടും. ഇതാണ് ഈ വിശ്വാസിയുടെ സ്വർഗീയ അവസ്ഥ. ഈ സാഹചര്യങ്ങളിൽ നാം എന്ത് ചിന്തിക്കണം എന്നുള്ളതാണ് ഇതിൻ്റെ പ്രബോധനം എന്ന് പറയുന്നത്. അവിടെ നമ്മൾ വായിക്കുന്നത് എന്താ? ഇരിക്കുന്ന ഇടമായ ഉയരത്തിലുള്ളത് അന്വേഷിപ്പിൻ, ഭൂമിയിലുള്ളതല്ല ഉയരത്തിലുള്ളത് തന്നെ ചിന്തിപ്പിൻ. അപ്പോൾ അത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. അന്വേഷിക്കുക എന്ന് പറയുമ്പോൾ ഉദ്ദേശിക്കുന്നത് അന്വേഷണം അത് പ്രായോഗികമായിരിക്കുന്ന ഒരു പരിശ്രമമാണ്. നേടുവാനല്ല, അതായത് രക്ഷ നേടുവാനല്ല, മറിച്ച് ആത്മീയമായിട്ടും സ്വർഗീയമായ അവസ്ഥയിൽ ഈ ഭൂമിയിൽ ജീവിക്കാൻ വേണ്ടിയുള്ള ഒരു പ്രായോഗികമായ പരിശ്രമമാണ് അന്വേഷണം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ വിശ്വാസ ജീവിതയാത്രയ്ക്ക് ആവശ്യമായ വേണ്ടിയുള്ള പ്രായോഗിക പരിശ്രമങ്ങൾ എന്തൊക്കെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ആവശ്യമാണ്. ആ പരിശ്രമങ്ങളാണ്
5 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. അപ്പോൾ ഈ ആത്മീയ തലത്തിലേക്ക് ഉയരുവാൻ വേണ്ടി നാം എന്ത് ചെയ്യണം? നാം പരിശ്രമിക്കണം. അവിടെ പരിശ്രമിക്കുമ്പോൾ അവിടെ വിട്ടുകളയേണ്ട ഒരുപാട് കാര്യങ്ങൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ചേർത്ത് വയ്ക്കേണ്ട കാര്യങ്ങളും കാണുവാനായിട്ട് സാധിക്കും. അങ്ങനെ അന്വേഷിക്കുക എന്ന് പറഞ്ഞാൽ അത് നാം പ്രായോഗികമായിരിക്കുന്ന ഒരു പരിശ്രമം നമ്മുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകേണ്ടതായിട്ടിരിക്കുന്നു. എന്നാൽ ചിന്തിക്കുക എന്ന് പറയുമ്പോൾ അതൊരു വിശ്വാസിയുടെ ജീവിതത്തിൽ അതൊരു ആന്തരികമായിരിക്കുന്ന പ്രേരണയും അത് നമ്മുടെ ആത്മീക ഭാവത്തെയാണ് കാണിക്കുന്നത്. ചിന്തിക്കുക എന്ന് പറയുമ്പോൾ ആന്തരികമായിരിക്കുന്ന ഒരു പ്രേരണയും ആത്മീകമായിരിക്കുന്ന ഒരു ഭാവം ഉണ്ട്. ആ ഭാവത്തെയാണ് കാണിക്കുന്നത്. അപ്പോൾ നാം ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ എന്ത് ചെയ്യണം? ഉയരത്തിലുള്ളത് ചിന്തിക്കണം. എന്താണ് ഉയരത്തിലുള്ളത് എന്ന് പറഞ്ഞേ കുട്ടികളെ? ജോഷ, അനീഷ ഒന്ന് പറഞ്ഞേ, എന്താണ് ഉയരത്തിലുള്ളത്? അപ്പോൾ നമ്മൾ പറഞ്ഞ കാര്യം തന്നെയാണ്. ആരാ ഉയരത്തിലുള്ളത്? ദൈവം, വേറെ ഒന്നുമില്ല. പോയതാരാ? ക്രിസ്തു. ക്രിസ്തു എവിടെയുണ്ട്? ഉയരത്തിലുണ്ട്. ക്രിസ്തു എവിടെ ഇരിക്കുന്നത്? ക്രിസ്തു എവിടെ ഇരിക്കുന്നത്? ക്രിസ്തു ദൈവത്തിൻ്റെ വലത്ത് ഭാഗത്ത്. നമ്മൾ വായിച്ചു തുടക്കത്തിൽ ഉണ്ട് ഇവിടെ. ദൈവത്തിൻ്റെ വലത്ത് ഭാഗത്ത്. അവിടെ എന്ത് ചെയ്യുക? അവിടെ ക്രിസ്തു മറഞ്ഞിരിക്കുകയാണ്, അല്ലേ? അപ്പോൾ മറഞ്ഞിരിക്കുന്ന വ്യക്തിയെ സംബന്ധിച്ച് മനസ്സിലാക്കേണ്ട കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, മറഞ്ഞിരിക്കുന്ന വ്യക്തി പ്രകടിപ്പിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ തന്നിൽ ക്രിസ്തു നിറഞ്ഞു നിൽക്കുന്നു എന്നുള്ളതാണ്. അതിൻ്റെ 11 വായിക്കാം. 3:11. ഓക്കെ, അപ്പോൾ ക്രിസ്തു അത്ര എല്ലാവരിലും എല്ലാം ആകുന്നു. അപ്പോൾ പൗലോസ് പറയണേ എനിക്ക് ജീവിക്കുന്നത് ക്രിസ്തുവും മരിക്കുന്നതിലാകും എന്ന് പറഞ്ഞാൽ പൗലോസിൻ്റെ ജീവിതത്തിൽ ക്രിസ്തുവിനെ മറഞ്ഞിരുന്ന ഒരു ജീവിതമായിരുന്നു പൗലോസിന് ഉണ്ടായിരുന്നത്. നാം ക്രിസ്തുവിൽ മറഞ്ഞിരിക്കുകയാണെങ്കിൽ പൗലോസിനെ പോലെ ചിന്തിക്കണം, പൗലോസിനെ പോലെ അന്വേഷിക്കണം. പൗലോസിൻ്റെ ചിന്തകളും അന്വേഷണങ്ങളൊക്കെ നമുക്ക് കാണുവാനായിട്ട് കഴിയും. എങ്ങനെയെങ്കിലും കർത്താവിനെ നേടണമെന്നുള്ള വലിയ ഹൃദയവാഞ്ചയിലാണ് തൻ്റെ ഈ മിഷണറി യാത്രകളാണ് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ നാം എന്ത് ചെയ്യണം? ക്രിസ്തുവിൽ മറിഞ്ഞിരിക്കുകയാണെങ്കിൽ നാം എന്ത് ചെയ്യണം? പൗലോസ് ചിന്തിക്കണം, ക്രിസ്തുവിൽ എനിക്ക് ജീവിക്കുന്നു ക്രിസ്തു. നാം ജീവിക്കുന്നത് ക്രിസ്തുവിന് വേണ്ടിയാണ് എന്നുള്ള ഉത്തമ ബോധ്യത്തിൽ മുന്നോട്ട് പോകേണ്ടത് ആവശ്യമാണ്. ഞാൻ ക്രിസ്തുവിനോടുകൂടെ മരിച്ചിരിക്കുന്നു എന്ന് പറയുമ്പോഴും പൗലോസ് അർത്ഥമാക്കുന്ന കാര്യം അതമാണ്. ഇനി ജീവിക്കുന്നത് ഞാനല്ല, ക്രിസ്തു അത്രേ എന്നിൽ ജീവിക്കുന്നത് എന്ന് പറയുന്നു. എന്ന് പറഞ്ഞാൽ ഞാൻ ക്രിസ്തുവിൽ മറിഞ്ഞിരിക്കുന്നു എന്ന് പറയുമ്പോൾ എന്താ നാം മനസ്സിലാക്കേണ്ടത്? നമ്മുടെ ജീവിതത്തിൽ ക്രിസ്തുവാണ് എല്ലാം. ഏതൊരു മേഖലയിലും ക്രിസ്തു നിറഞ്ഞു നിൽക്കേണ്ടത് ആവശ്യമാണ്. ഈ അധ്യായത്തിൽ മുഴുവൻ കാണുന്ന കാര്യം അതാണ്. എല്ലാ സാഹചര്യങ്ങളിലും ക്രിസ്തു നിറഞ്ഞു നിൽക്കുകയാണ്. ഒരു വിശ്വാസിയുടെ എല്ലാ മേഖലയിലും ക്രിസ്തു നിറഞ്ഞു നിൽക്കുന്നത് ആവശ്യമാണെന്നുള്ള ഒരു പ്രബോധനം നമുക്ക് അവിടെ നിന്ന് ലഭിക്കേണ്ടത്. പിന്നെ ഉയരത്തിലുള്ള എന്താണ്? ഉയരത്തിൽ ആരാധന നടക്കുന്നുണ്ടല്ലേ? ഉയരത്തിൽ നിന്നുണ്ട് ക്രിസ്തുവുണ്ട്, പിന്നെ എന്തുണ്ട്? ആരാധനയുണ്ട്. ഒരു വിശ്വാസിയുടെ ചിന്ത എന്തായിരിക്കണം? ഈ ഭൂമിയിലായിരിക്കുമ്പോൾ ആരാധന, നാം ആരാധിക്കുന്നു എന്ന് പറയുന്നത് അത് സ്വർഗീയമായ അവസ്ഥയാണ്. നാം ദൈവത്തെ ആരാധിക്കുന്നു എന്ന് പറഞ്ഞ് സ്വർഗീയമായിരിക്കുന്ന അവസ്ഥയാണ്. രാപ്പകലില്ലാതെ വണ്ണം സ്വർഗത്തിൽ എന്താണ് നടക്കുന്നത്? ആരാധന നടക്കുന്നത്. അതുകൊണ്ട് കർത്താവിലെ പ്രാർത്ഥിച്ച് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. എന്താ ഭൂമിയിലാകേണ്ടത്? ആരാധന തന്നെ. എന്ന് പറഞ്ഞാൽ ഒരു വിശ്വാസിയുടെ ജീവിതം എന്ന് പറയുന്നത് 100% എന്തായിരിക്കണം? ആരാധന ജീവിതം ആയിരിക്കേണ്ടത് ആവശ്യമാണ്. നാം വെളിപ്പാട് 5:6, 9, 10 നമ്മളെല്ലാവരും ആരാധനയ്ക്ക് പറയുന്ന വാക്യങ്ങളാണ്, അല്ലേ? അവിടെ നല്ലൊരു ആരാധനയുടെ ചിത്രം നമുക്ക് അവിടെ കാണുവാനായിട്ട് സാധിക്കും. അപ്പോൾ നമ്മൾ ഉയരത്തിലുള്ളത് ചിന്തിക്കണം. ഉയരത്തിലുള്ള ചിന്ത എന്ന് പറഞ്ഞാൽ അത് ആരാധന ചിന്തയാണ്. നാം ദൈവത്തെ എപ്പോഴും ആരാധിക്കുന്ന വ്യക്തികളായിട്ട് മാറേണ്ടത് ആവശ്യമാണ്. ആരാധന എന്ന് പറയുന്നത് എപ്പോഴൊക്കെയാണ്? ഞായറാഴ്ച മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒരു പരിപാടിയല്ല. പിന്നെ എപ്പോഴാണ്? അതൊരു വിശ്വാസിയുടെ ജീവിതത്തിൽ എപ്പോഴുമുള്ള പരിപാടിയാണ്. സങ്കീർത്തനങ്ങളിലൊക്കെ അങ്ങനെ നമ്മൾ കാണുന്നുണ്ട്. ദാവീദൊക്കെ 7 വട്ടം ദൈവത്തെ സ്തുതിക്കുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. രാവും പകലും സ്തുതിക്കുന്നു എന്ന് പറയുന്നത്. സമയഭേദം എന്നെ എപ്പോഴും ദൈവത്തെ സ്തുതിക്കുവാനും ആരാധിക്കുവാനുള്ള ഉത്തരവാദിത്വം ആർക്കുണ്ട്? ഒരു വിശ്വാസിക്ക് ഉണ്ട്. അതാണ് വിശ്വാസിയുടെ സ്വർഗീയമായിരിക്കുന്ന അവസ്ഥ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഒരു പ്രത്യേകം വാക്യം നമ്മൾ കണ്ടു. വലത്തുഭാഗം എന്നുള്ള വാക്യം കണ്ടു. ക്രിസ്തു ദൈവത്തിൻ്റെ വലത്തുഭാഗത്ത് ഇരിക്കുന്ന ഇടമായ അത് ഒരു വാക്യം മാത്രം പറയാനായിട്ട് ആഗ്രഹിക്കുക. എന്താണ് ഈ വലത്തുഭാഗം എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്?
വലത്തുഭാഗം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നതാണ്. അവിടെ ഉദ്ദേശിക്കുന്ന കാര്യം എന്ന് പറയുന്നത് അവിടെ ആയിരിക്കുന്ന രണ്ടുപേരും ആരാ? വ്യക്തികളാണ്. വ്യക്തികൾ ആണ്. ദൈവം ഒരു വ്യക്തിയാണ്, ക്രിസ്തു ഒരു വ്യക്തിയാണെന്നുള്ള സത്യമാണ് അവിടെ ഓർക്കുന്നത്. എന്ന് പറഞ്ഞാൽ അത് ഈ ഏകദൈവ വിശ്വാസക്കാർക്ക് എതിരായിട്ട് വരുന്ന ഒരു ചിന്തയാണ്. എപ്പോഴും നാം സ്വർഗത്തിൽ എന്താ കാണുന്നത്? തൃത്വമാണ് നമ്മൾ എപ്പോഴും കാണുന്നത്. ഇവിടെ ഈ ഭാഗത്ത് നമ്മൾ കാണുന്നത് എന്താ? ദൈവത്തോടുകൂടെ ആരുണ്ട്? ക്രിസ്തു ഉള്ളതായിട്ട് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ തന്നെ ക്രിസ്തു ദൈവത്തോടുകൂടെ മറഞ്ഞിരിക്കുന്നു എന്ന് പറയുമ്പോൾ തന്നെ അവർ രണ്ടുപേരും വ്യത്യസ്തരാണ്, അല്ലേ? രണ്ടുപേരും വ്യത്യസ്തരാണെന്നുള്ളൊരു പാഠം നമുക്ക് അവിടെ ലഭിക്കുന്നുണ്ട്. കേവലം പിതാവായിരിക്കുന്ന ദൈവം ജഡം ധരിച്ച് വന്നത് അല്ല. പിന്നെന്താ? ഞാൻ പറയുന്നത് നിങ്ങൾക്ക് കിട്ടുന്നു വരികയും ബോറടിക്കുന്നുണ്ടോ? ചില ആളുകൾ ചിന്തിക്കുന്നത് പിതാവായിരിക്കുന്ന ഒരു ദൈവമേ ഉള്ളൂ, ആ ദൈവം ജഡം ധരിച്ച് ഈ ഭൂമിയിലേക്ക് വന്നതാണ് ക്രിസ്തു എന്നുള്ള ചിന്തയാണ്. എന്നാൽ അങ്ങനെയല്ല. ഈ ഭാഗത്ത് നിന്ന് തെളിയുന്ന കാര്യം എന്താ? ദൈവം അവിടെ ഉണ്ട്. അപ്പോൾ തന്നെ എന്തുണ്ട്? ഉയർത്തെഴുന്നേറ്റ് കടന്നുപോയ യേശു ക്രിസ്തു ദൈവത്തിൻ്റെ വലത്ത് ഭാഗത്ത് ഉണ്ട് എന്ന് പറഞ്ഞാൽ രണ്ട് വ്യത്യസ്തരായിരിക്കുന്ന ആളുകൾ അവിടെയുണ്ട്. പിന്നെ ഈ വലതുഭാഗം എന്നുള്ളത് ഉദ്ദേശിക്കുന്നത് അതെന്താ? ഇവർ തമ്മിൽ അടുത്തിരിക്കുന്ന വ്യക്തികളാണ്. ഈ രണ്ട് ദൈവങ്ങൾ എന്ന് പറഞ്ഞാൽ അവർ രണ്ടുപേരെന്താ? വെവ്വേറെയുള്ള ആളുകളല്ല, പിന്നെന്താ? അടുത്തിരിക്കുന്ന ദൈവങ്ങളാണ്. മതപഠനങ്ങളിൽ എന്താണ് നമ്മൾ മനസ്സിലാക്കുന്നത്? ദൈവങ്ങൾ തമ്മിൽ നല്ല അടിയാണ്, അല്ലേ? എന്നാൽ ഇവിടെ എന്താ? ഇവിടെ ക്രിസ്തു ദൈവത്തിൻ്റെ മടിയിൽ, അങ്ങനെയല്ല നമ്മൾ യോഹന്നാൻ സുവിശേഷം 1-ാം അധ്യായത്തിൽ പഠിക്കും, അല്ലേ? ദൈവത്തിൻ്റെ മടിയിലിരിക്കുന്ന പുത്രൻ അവനെ വെളിപ്പെടുത്തിയിരിക്കുന്നു എന്നാണ് അവിടെ വായിക്കുന്നത്. എന്ന് പറഞ്ഞാൽ സ്വർഗത്തിൽ നമുക്ക് തൃത്വമാനായിട്ട് സാധിക്കും. വലതുഭാഗം എന്ന് പറയുമ്പോൾ അവിടെ രണ്ട് വ്യക്തികളെ നമ്മൾ കാണുന്നു, അവർ രണ്ടും വ്യത്യസ്തരാണെന്ന് നമ്മൾ കാണുന്നു. പിന്നെന്താ? അവർ രണ്ടുപേരും ഒന്നിച്ചിരിക്കുന്നു, അടുത്തിരിക്കുന്നു എന്നുള്ള സത്യമാണ് നമുക്ക് അവിടെ നിന്ന് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത്. പിന്നെ ഇവിടെ നിന്ന് ലഭിക്കുന്ന ഒരു പ്രബോധനം, നിങ്ങൾ ഭൂമിയിലുള്ളതല്ല ചിന്തിക്കേണ്ടത്. ചിന്തിക്കണം. അങ്ങനെ ചിന്തിക്കുന്ന ആളുകൾ ഫിലിപ്പിയിലുണ്ടായിരുന്നു. തെളിവ് മാത്രം എഴുതുക. ഫിലിപ്പിയർ 3:17-18. അങ്ങനെ ചിന്തിക്കുന്ന ആളുകൾ ഫിലിപ്പിയിലുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ ചിന്തിക്കേണ്ടത് ഈ ഭൂമിയിലെ കാര്യങ്ങളല്ല. പിന്നെന്താ? നിങ്ങൾക്കൊരു സ്വർഗീയ അവസ്ഥയുണ്ട്. ആ സ്വർഗീയ അവസ്ഥയെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കണം. പിന്നെന്താ? അത് കൂടുതൽ മനസ്സിലാക്കുവാൻ വേണ്ടി, അത് നിങ്ങളുടെ ആത്മീക അനുഭവമാകുവാൻ വേണ്ടി, ഒരു ആരാധനയ്ക്ക് വേണ്ടി എന്ത് ചെയ്യണം? അത് നിങ്ങൾ അന്വേഷിക്കണം. അതിന് അന്വേഷിക്കണം. അത് പ്രായോഗികമായിരിക്കുന്ന ഒരു പരിസരങ്ങളാണെന്ന് കാണുവാനായിട്ട് സാധിക്കും. ഒന്നാമത്തെ ഭാഗം ഞാൻ അവസാനിപ്പിക്കുകയാണ്. രണ്ടാമത്തെ ഭാഗത്തേക്ക് പെട്ടെന്ന് കടന്നു വരാം. ഓക്കെ, ഏതെങ്കിലും സംശയം ഉണ്ടായിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് പറയാം. ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ? ഓക്കെ, നമുക്ക് അടുത്ത ഭാഗത്തേക്ക് വരാം. രണ്ടാമത്തെ പോയിന്റ് എന്താ? വിശ്വാസി ലോകത്തിൽ. മൂന്നാം അധ്യായത്തിൻ്റെ 5 മുതൽ 12 വരെയുള്ള വാക്യങ്ങളാണ്. ആ വിശ്വാസി ഈ ലോകത്തിൽ എന്ത് ധരിക്കണമെന്നുള്ള ഒരു പാഠമാണ് ലഭിക്കുന്നത്. 10-ാമത്തെ വാക്യം വായിക്കാം നമുക്ക്. വിശ്വാസി എന്ത് ചെയ്യണം? പുതിയ മനുഷ്യനെ ധരിക്കണം. അത് നമ്മുടെ ഉത്തരവാദിത്ത. രക്ഷിക്കപ്പെട്ടപ്പോൾ നമുക്കൊരു പുതിയ വസ്ത്രം കിട്ടിയിട്ടുണ്ട്. നമ്മളെന്ത് ചെയ്യണം? അത് ധരിക്കണം എന്നുള്ള ആശയമാണ് അവിടെ കാണുവാനായിട്ട് സാധിക്കണം. ആരായി പുതിയ മനുഷ്യൻ? ജോഷുവ എന്ന് തുടങ്ങാം. ആരായി പുതിയ മനുഷ്യൻ? കേൾക്കണ്ടേ? അല്ല, അനീഷേ, ആരായി പുതിയ മനുഷ്യൻ? പുതുമനുഷ്യൻ ക്രിസ്തുവാ. അത് രണ്ടാമത്തെ ഭാഗത്ത് വരട്ടെ. ഒന്നാമത്തെ എന്താ? പുതുമനുഷ്യൻ എന്ന് പറയണത് ആരാ? ക്രിസ്തു. ആദ്യമായിട്ട് കേൾക്കാൻ തോന്നണം. പുതുമനുഷ്യൻ എന്ന് പറയുന്നത് ക്രിസ്തു. എങ്ങനെയാണ് ക്രിസ്തു പുതുമനുഷ്യനായത്? എങ്ങനെയാണ് ക്രിസ്തു പുതിയ മനുഷ്യനായത്? അല്ലല്ല. പഴയ മനുഷ്യൻ എങ്ങനെയുള്ളൂ? പഴയ മനുഷ്യൻ ആദാമിൻ്റെ സന്തതികൾ. ആദാമിൽ ജനിച്ച മനുഷ്യരെല്ലാവരും എന്താ? പാപികളാ. അവരെല്ലാം പഴയതാ. പക്ഷേ അങ്ങനെ പഴയ ആളുകൾ ഇങ്ങനെ ജനകോടികൾ ഇങ്ങനെ ജീവിച്ചു വരുമ്പോൾ എന്താ? ഒരു ദിവസം ബെത്ലഹേമിൽ ഒരു പുതിയ മനുഷ്യൻ ജനിച്ചു. വിയോജിപ്പുണ്ടോ? ഒരു പുതിയ മനുഷ്യൻ ജനിച്ചു. അപ്പോൾ പുതിയ മനുഷ്യനെ കാണുകയാണ്. കണ്ടവർക്കൊക്കെ എന്തുണ്ടായേ? ഭയങ്കര അത്ഭുതമായി പോയി.
ഭയങ്കര അത്ഭുതമായി പോയി. ആയിരക്കണക്കിന് അല്ലേ, 10,000 ആൾക്കാർ ഈ യേശുവിൻ്റെ പിന്നാലെ വരുവാനായിട്ട് ഇടയായിത്തീർന്നു. അതിൽ കുറേ ആളുകളൊക്കെ ഈ പുതിയ മനുഷ്യനെ ധരിച്ചു. പക്ഷെ ഒരു ജാതി എന്നുള്ള രീതിയിൽ എന്താ അവർക്ക് യേശുവിനെ ധരിക്കാനായിട്ട് സാധിച്ചില്ല. അവൻ സ്വന്തത്തിലേക്ക് വന്നു, സ്വന്തമായവർ അവനെ കൈക്കൊണ്ടില്ല. അപ്പോൾ യേശു ക്രിസ്തുവാണ് പുതിയ മനുഷ്യൻ. ഇതെൻ്റെ വ്യാഖ്യാനാട്ടാ, തിയോളജിൻ്റെ വ്യാഖ്യാനമല്ല. അതുകൊണ്ട് ഞാനിത് പറയുന്നത് നിങ്ങൾ പഠിക്കണം. നിങ്ങൾ പഠിച്ചിട്ട് നിങ്ങളേതായ കണ്ടെത്തലും ഉണ്ടാകണം. അപ്പോൾ ഇത് പുതിയ മനുഷ്യനാണ്. ഈ പുതിയ മനുഷ്യനായിരിക്കുന്ന ക്രിസ്തുവിനെ നമ്മൾ ധരിക്കണം. പുതിയ മനുഷ്യനെ പറ്റി എന്താണ് പറയുന്നത്? പുതിയ മനുഷ്യനൊരു പുതിയ പ്രതിമയാണ്. പുതിയ പ്രതിമ. ആരുടെ പ്രതിമയാണ്? 1-ാം അധ്യായത്തിൻ്റെ കൊലോസ്യർ 1:15. മതി, അത്ര മതി. അവൻ അദൃശ്യനായ ദൈവത്തിൻ്റെ പ്രതിമയും. സാധാരണ പറയാറുണ്ട് ആൾക്കാർ വിഗ്രഹങ്ങൾ തെറ്റാണോ? അപ്പോൾ നമ്മൾ ബൈബിൾ വിശ്വസിക്കുന്ന ആളുകൾ പറയും വിഗ്രഹങ്ങൾ തെറ്റാണ്. അപ്പോൾ നമ്മൾ പറയാം എന്താ, നിങ്ങൾ ഉണ്ടായിരിക്കും വിഗ്രഹം, ആരുടെ വിഗ്രഹം? അത് ദൈവത്തിൻ്റെ വിഗ്രഹമാണ്. അതെങ്ങനെ പറയാൻ പറ്റുക? അത് പറയാനായിട്ട് പറ്റുന്നില്ല. അപ്പോൾ നമ്മൾ പറയുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ജീവനുള്ള ദൈവത്തെയാണ് ആരാധിക്കുന്നതെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും? ജീവനുള്ള പ്രതിമ ഉണ്ടാക്കണം. ഉണ്ടാക്കാനായിട്ട് പറ്റുമോ? ഇല്ല. ജീവനുള്ള പ്രതിമ ആർക്കുണ്ടാക്കാനായിട്ട് പറ്റുക? ആർക്കുണ്ടാക്കാൻ പറ്റുക? അത് ദൈവത്തിന് മാത്രമേ പറ്റുള്ളൂ. ആ പ്രതിമയാണ് ഇവിടെ 1:15 വായിച്ചത്. അവൻ അദൃശ്യനായ ദൈവത്തിൻ്റെ പ്രതിമ. അപ്പോൾ ആ പ്രതിമയെ നാം ധരിക്കണം, അല്ലെങ്കിൽ ആ പ്രതിമയെ പോലെ നാം ഈ ഭൂമിയിൽ ജീവിക്കണം എന്നുള്ളതാണ്. അങ്ങനെയാണ് ഈ സ്വർഗീയ അവസ്ഥയിലേക്ക് പോകാനായിട്ട് നമുക്ക് സാധിക്കുള്ളൂ. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ദൈവം ആദാമിനെ സൃഷ്ടിച്ചപ്പോൾ എങ്ങനെ സൃഷ്ടിച്ചത്? അവൻ ആദാമിനെ സൃഷ്ടിച്ചപ്പോൾ, മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ എങ്ങനെയാ? സാദൃശ്യത്തിലും സ്വരൂപത്തിലും. ആരുടെ? ദൈവത്തിൻ്റെ സാദൃശ്യത്തിലും സ്വരൂപത്തിലും സൃഷ്ടിച്ചു. സ്വരൂപം എന്ന് പറഞ്ഞാൽ എന്താണ്? സിമ്പിളായിട്ടൊന്ന് പറയാം. അത്ര തിയോളജിക്കലായിട്ട് നമുക്ക് വേണ്ടത്. ഊനവും അധപ്പതനവും ഇല്ലാത്ത അവസ്ഥയാണ്. ഊനമില്ലാത്ത അവസ്ഥ, അധപ്പതനം ഇല്ലാത്ത അവസ്ഥയാണ് സ്വരൂപം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അങ്ങനെ ആദാമിന് കിട്ടിയെങ്കിലും ആദാം അത് പാപം ചെയ്ത് നഷ്ടപ്പെടുത്തുവാനായിട്ട് ഇടയായിരുന്നു. പിന്നെ ഏത് രൂപം വന്നത്? പിന്നെ ദൈവരൂപം വന്നില്ല. പിന്നെന്താ? തേജസ് ഇല്ലാത്ത ഒരു രൂപം വരുവാനായിട്ട് ഇടയായിരുന്നു. അതുകൊണ്ട് ആദാമിന് എന്ത് ചെയ്തു? ആദാമിന് ഈ ദൈവം സൃഷ്ടിച്ച അതേ സാദൃശ്യത്തിലും സ്വരൂപത്തിലും മനുഷ്യനെ ജനിപ്പിക്കുവാനായിട്ട് സാധിച്ചില്ല. പറഞ്ഞ് നമുക്കൊന്ന് വായിക്കാം. 35-ാം അധ്യായത്തിൽ 5:1 മുതൽ വായിക്കാം. ഓക്കെ, അത്ര മതി. അവിടെ ആദാം എങ്ങനെയാണ് സൃഷ്ടിച്ചേ? ആദാമിൻ്റെ സ്വരൂപത്തിലാണ്. ആദാമിൻ്റെ സ്വരൂപത്തിൽ മനുഷ്യനെ എല്ലാം സൃഷ്ടിക്കുവാനായിട്ട് ഇടയായിരുന്നു. ഇവിടെ നമ്മൾ പറയുന്നതാ, ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം? ദൈവം സൃഷ്ടിച്ച പുതിയ മനുഷ്യൻ്റെ സ്വരൂപത്തെ ധരിക്കണം, അല്ലേ? ആ പ്രതിമ പ്രകാരം നമ്മൾ എന്ത് ചെയ്യണം? ഈ ലോകത്തിൽ ജീവിക്കണം. അതാണ് ദൈവം ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തെ എന്ത് ചെയ്യണം? പിതാവിൻ്റെ പ്രതിമ ധരിച്ച കർത്താവ് പറഞ്ഞൊരു കാര്യം എന്താ? എന്നെ കണ്ടിരിക്കുന്നവൻ പിതാവിനെ കണ്ടിരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ക്രിസ്തുവിനെ കണ്ടിരിക്കുന്നവൻ എന്ത് ചെയ്യണം? ക്രിസ്തുവിനെ അവർ ജീവിക്കണം, അല്ലേ? അപ്പം നമ്മളെ കാണുമ്പോൾ എന്ത് തോന്നണം? എക്സ്ട്രീമായിട്ട് പോകുന്നുണ്ടോ സംശയം? ഞാൻ പരിധി വിട്ട് പോകുന്നുണ്ടോ? നമ്മളെ കാണുമ്പോൾ ലോകം എന്ത് മനസ്സിലാക്കണം? കർത്താവ് പറഞ്ഞ് എന്നെ കണ്ടിരിക്കുന്നു, പിതാവിനെ കണ്ടിരിക്കുന്നു. അതുകൊണ്ട് പ്രത്യേകിച്ച് പിതാവിനെ നിങ്ങൾ കാണണമെന്ന് ആഗ്രഹിക്കേണ്ട ആവശ്യമില്ല. ആണെങ്കിൽ നമ്മളിൽ കാണണം, എങ്കിലേ നമുക്ക് ഈ സ്വർഗീയമായ അവസ്ഥയിൽ കൂടെ മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുകയുള്ളൂ. ഓക്കെ, അപ്പോൾ അത്രയും പറഞ്ഞ് ഞാൻ അവിടെ അവസാനിപ്പിക്കാം. അപ്പോൾ പറഞ്ഞതിൻ്റെ ഉദ്ദേശം, നമ്മൾ ക്രിസ്തു ജീവിച്ചതുപോലെ ജീവിക്കണം, അല്ലേ? 1 യോഹന്നാൻ 1:6 വായിക്കണത് എന്താ? 2:6 വായിക്കണത്,
അവനിൽ വസിക്കുന്നു എന്ന് പറയുന്നവൻ അവൻ നടന്നതുപോലെ നടക്കേണ്ടത് ആകുന്നു. അതാ ക്രിസ്തുവിൻ്റെ പ്രതിമ ധരിക്കുക, പുതിയ മനുഷ്യൻ ധരിക്കുക എന്ന് പറഞ്ഞാൽ അവൻ നടന്നതുപോലെ നടക്കുക. അപ്പോൾ കർത്താവ് പറഞ്ഞ എന്താ? കർത്താവും ഗുരുവുമായ ഞാൻ നിങ്ങളുടെ പാദങ്ങളെ കഴുകുമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ തമ്മിൽ പാദങ്ങളെ നമ്മൾ മറ്റുള്ള ആളുകളുടെ പാദ ശുശ്രൂഷ ചെയ്യുന്നെങ്കിൽ മാത്രമേ നാം ക്രിസ്തുവിൻ്റെ പ്രതിമ ധരിച്ചു എന്ന് പറയുവാനായിട്ട് സാധിക്കുള്ളൂ. കർത്താവിനെ ഒരിക്കൽ പറഞ്ഞു, നിങ്ങൾ രണ്ട് വസ്ത്രമുള്ളവൻ ഒന്നില്ലാത്തവന് കൊടുക്കട്ടെ. അപ്പോൾ ക്രിസ്തുവിന് എത്ര വസ്ത്രം ഉണ്ടായിരുന്നു? ക്രിസ്തുവിന് എത്ര വസ്ത്രം ഉണ്ടായിരുന്നു? അല്ല, ഈ തത്വത്തിൻ്റെ അടിസ്ഥാനത്തിൽ എണ്ണി നോക്കണ്ട. ഈ തത്വത്തിൻ്റെ അടിസ്ഥാനം ക്രിസ്തു പറഞ്ഞു, നിങ്ങൾ രണ്ട് വസ്ത്രമുള്ളവൻ ഒന്നില്ലാത്തവന് കൊടുക്കട്ടെ. അപ്പോൾ ക്രിസ്തുവിന് എത്ര വസ്ത്രമുണ്ട്? ഒരിക്കലും രണ്ട് വെച്ചിരിക്കാനും പറ്റില്ല. ഒരിക്കലും രണ്ട് വസ്ത്രം പറ്റുമോ? കാരണം ഇല്ലാത്തവന് കൊടുക്കേണ്ടതായിട്ടുണ്ട്. ഞാൻ സിമ്പിളായിട്ടൊന്ന് പറഞ്ഞു മാത്രം. അപ്പോൾ ക്രിസ്തു ജീവിച്ച പോലെ നാം ജീവിക്കണം. ക്രിസ്തുവിന് കരം കൊടുക്കുവാനായിട്ട് അല്ലേ കഴിഞ്ഞില്ല. ശിഷ്യന്മാർ എന്താ പറഞ്ഞേ? പൊന്നും വെള്ളിയൊന്നും എനിക്കില്ല, എനിക്കുള്ളത് നിങ്ങൾക്ക്. ശിഷ്യന്മാരൊക്കെ ഏകദേശം ക്രിസ്തുവിനെ ധരിച്ച് ക്രിസ്തുവിൻ്റെ പ്രതിമ കാണിച്ചിട്ടാണ് അവർക്ക് ജീവിക്കുവാനായിട്ട് ഇടയായിത്തീരുന്നത്. നമ്മുടെ ജീവിതത്തിൽ എന്തുണ്ടാവണം? ഈ തത്വങ്ങളെ നമ്മൾ നമ്മുടെ ജീവിതത്തിൽ പ്രായോഗികമാക്കേണ്ടത് ആവശ്യമാണ്. ദൈവം അതിനായിട്ട് നമ്മെ സഹായിക്കട്ടെ. അപ്പോൾ നാം പുതുമനുഷ്യനെ ധരിക്കണം. തെളിവുകൾ വേണമെങ്കിൽ എഴുതാം. എഫെസ്യർ 4:24 പുതുമനുഷ്യനെ ധരിക്കുക. ഗലാത്യർ 3:27, എഫെസ്യർ 4:24, ഗലാത്യർ 3:27, 2 കൊരിന്ത്യർ 3:18. അപ്പോൾ നാം ലോകത്തിൽ പുതുമനുഷ്യനെ ക്രിസ്തുവിൻ്റെ പ്രതിമ ധരിച്ചുകൊണ്ട് ലോകത്തിന് കാണിച്ചു കൊടുക്കേണ്ടത് ആവശ്യമാണ്. അങ്ങനെ എന്ത് ധരിക്കണം എന്ന് പറയുമ്പോൾ എന്ത് ധരിക്കരുത് അല്ലെങ്കിൽ എന്ത് ഉരിഞ്ഞു കളയണം എന്നുള്ള കാര്യം നാം ഈ ഭാഗത്ത് വായിക്കുന്നുണ്ട്. 9-ാം വാക്യം നമുക്കൊന്ന് വായിക്കാം. ഉരിഞ്ഞു കളയാം, അത്ര മതി. അപ്പോൾ എന്ത് ധരിക്കരുത്? അവിടെ കുറച്ച് സ്വഭാവങ്ങൾ പറയുന്നുണ്ട്. ആ സ്വഭാവങ്ങൾ മുഴുവൻ നമ്മൾ വിശകലനം ചെയ്യുന്നില്ല, അതിന് സമയമില്ല. നമ്മൾ മനസ്സിലാക്കേണ്ടത് 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങൾ ഉയരത്തിലുള്ള ചിന്തകളാണെങ്കിൽ പിന്നെന്താ 5 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ എന്തിനാണ് കാണിക്കുന്നത്? ഭൂമിയിലുള്ള ചിന്തകളെയാണ് കാണിക്കുന്നത്. ഇതൊരു വിശ്വാസിക്ക് ഉണ്ടാകുമോ? ഇവിടെ പറയുന്ന സ്വഭാവങ്ങൾ നോക്കി വയ്ക്കാൻ, ആകയാൽ തുറന്നടപ്പ്, ശുദ്ധി, ഈ ചിന്തകൾ വിശ്വാസിക്ക് ഉണ്ടാകുമോ? തീർച്ചയായിട്ടും ഉണ്ടാകും അല്ലേ? ഇവിടെ പറയുന്ന എല്ലാ ചിന്തകളും വിശ്വാസികൾക്ക് ഉണ്ടാകും. പക്ഷേ എന്ത് ചെയ്യണം? അതിനെ മരിപ്പിക്കണം എന്നുള്ള കാര്യമാണ് നമ്മളവിടെ വായിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള ചിന്തകളോട് നമ്മുടെ മനോഭാവം എന്താ നമ്മുടെ മനോഭാവം എന്നുള്ളതാണ്. അവിടെയാണ് നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൻ്റെ വിജയം ഇരിക്കുന്നത്. ഏതൊരു പ്രവൃത്തിയും നമ്മെ സമീപിക്കുമ്പോൾ ആ പാപപ്രവൃത്തിയോട് നാം നമ്മുടെ മനോഭാവം എങ്ങനെ ഇരിക്കും എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് ഇവിടെ പറയുന്ന 2-3 നിർദ്ദേശങ്ങൾ എന്ത് ചെയ്യണം? ഈ ചിന്തകളൊക്കെ നിങ്ങൾ മരിപ്പിക്കണം എന്ന് പറഞ്ഞാൽ എന്താ? ഒരു വാക്യം മാത്രം നമുക്ക് വായിക്കാം. റോമർ 8:13. അപ്പോൾ ജഡത്തെ മരിപ്പിക്കണം. അതിൻ്റെ മുകളിലും താഴെ ആ കാര്യങ്ങൾ തന്നെയാണ് കഴിയുന്നത്. എന്ത് ചെയ്യണം? നാം ജഡത്തെ മരിപ്പിക്കണം. നാം ജഡത്തിൽ നിന്ന് ഒട്ടും ഭിന്നമായി ഇരിക്കുന്ന ആളുകളല്ല. പിന്നെന്താ? ജഡത്തിൽ വസിക്കുന്ന ആളുകളാണ്. അതുകൊണ്ട് ഈ ചിന്തകളൊക്കെ എല്ലാ വിശ്വാസികൾക്കും ഉണ്ടാകുമെന്നുള്ളതാണ് ഇവിടെ എടുത്തു പറയുമ്പോൾ നാം മനസ്സിലാക്കുന്നത്. അങ്ങനെയെങ്കിൽ കർത്താവ് പറഞ്ഞെന്താ? നിങ്ങളുടെ വലം കണ്ണ് ഇടർച്ച വരുത്തുകയാണെങ്കിൽ അതെന്ത് ചെയ്യണം? ചൂന്നെടുത്ത് കളയണം. നിങ്ങളുടെ വലം കരം എന്താ? ഇടർച്ച വരുത്തുകയാണെങ്കിൽ എന്ത് ചെയ്യണം? അതിനെ മുറിച്ച് കളയണം. അക്ഷരപ്രകാരമല്ല പറയുമ്പോൾ പിന്നെന്താ പറയണത്? അതൊരു മനുഷ്യൻ്റെ ഹൃദയത്തിലുണ്ടാകേണ്ട കാര്യമാണ്. നമ്മുടെ ഹൃദയനില എങ്ങനെ ആയിരിക്കണം എന്നുള്ളതാണ് ഈ പറയുന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ ഹൃദയത്തിൽ നിന്ന് എന്ത് ചെയ്യണം? ഹൃദയത്തിൽ ഒരു മരണം സംഭവിക്കണം. തെറ്റിദ്ധരിക്കരുത്, ആ വാക്ക് പറയുന്നുണ്ട്. ഹൃദയത്തിൽ ഇങ്ങനെയുള്ള ചിന്തകൾ കടന്നു വരുമ്പോൾ ഒരു മരണം സംഭവിക്കുന്നില്ലെങ്കിൽ അതിൻ്റെ പ്രായോഗിക ഇടപെടൽ സംഭവിക്കാനായിട്ട് വലിയ ബുദ്ധിമുട്ട് ഉണ്ടാകില്ല.
ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് നാം ഈ ചിന്തകൾ എന്ത് ചെയ്യണം? മരിപ്പിക്കേണ്ടത് ഏറ്റവും ആവശ്യമാണ്. രണ്ടാമത് പറഞ്ഞ കാര്യം എന്താ? ഒന്നാമത് മരിപ്പിക്കണം, രണ്ടാമത് വിട്ടുകളവൻ, 8-ാം വാക്യത്തിൻ്റെ അവസാനമാകാൻ എന്ത് ചെയ്യണം? ഇതൊക്കെ നിങ്ങൾ വിട്ട് കളയണം. ഒത്തിരി കാര്യങ്ങൾ വിട്ട് കളയേണ്ടതായിട്ട് പറയുന്നുണ്ട്. ഞാൻ വേണമെങ്കിൽ തെളിവ് മാത്രം പെട്ടെന്ന് പറയാം. റോമർ 13 ഇരുട്ടിൻ്റെ എഫേസ്യർ 4:22 പഴയ മനുഷ്യനെ ഉപേക്ഷിക്കുക കളയാം. എഫേസ്യർ 25 ഭോഷ്ക് ഉപേക്ഷിക്കുക. എബ്രായർ 12 പാപം. യാക്കോബ് 1:21 1 പീറ്റർ 1 പത്രോസ് 2:1. ഇത്രയും ഭാഗങ്ങളാണ് പെട്ടെന്ന് ഞാൻ പറഞ്ഞു പോയിട്ട് ആഗ്രഹിക്കുന്നു. ഒന്നുകൂടി പറയാം. റോമർ 13:12 എഫേസ്യർ 4:22 എഫേസ്യർ 4:25 എബ്രായർ 12:1 യാക്കോബ് 1:21 1 പത്രോസ് 2:1. പിന്നെ പറയുന്ന കാര്യം, പിന്നെ എന്ത് ഉരിഞ്ഞു കളയണം അല്ലെങ്കിൽ എന്ത് ധരിക്കരുതെന്ന് ചോദിച്ചാൽ അതിൻ്റെ 9-ാം വാക്യം, അന്യോന്യം ഭോഷ്ക് പറയരുത്. അതിൻ്റെ നമുക്ക് എന്താണെന്ന് അറിയാം. നുണയുള്ള കാര്യം എന്താണെന്ന് നമുക്കറിയാം. പക്ഷേ അതിൻ്റെ വിശദീകരണങ്ങളൊക്കെ പറയുകയാണെങ്കിൽ നല്ലതാണ്. നമുക്ക് സമയമില്ലാത്തതുകൊണ്ട് ഞാനത് പറയുന്നില്ല. അത് നമ്മുടെ ജീവിതത്തിൽ അത് പറയാനായിട്ട് പാടില്ല. ഇത് ഭയങ്കര പാപമാണ്. നുണ എന്ന് പറയുന്നത് ഭയങ്കര പാപമാണ്. കുട്ടികൾക്ക് വേണ്ടി പറയാണ്. ആദ്യം ആരാ നുണ പറഞ്ഞേ? ഇല്ലേ? അറിയില്ല, ആയിക്കോട്ടെ, കുഴപ്പമില്ലേ. അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താ? ഭോഷ്ക് പറയുവാനായിട്ട് പാടില്ല എന്നുള്ളൊരു പ്രധാനം. ഞാൻ പെട്ടെന്ന് പോകണം. അടുത്ത ഭാഗം എന്താ? അടുത്ത് ഉരിഞ്ഞു കളയണം. 9-ാം വാക്യം, നിങ്ങൾ പഴയ മനുഷ്യനെ അവൻ്റെ പ്രവൃത്തികളോടെ ഉരിഞ്ഞു കളഞ്ഞു. നമുക്കറിയാം, ഉരിഞ്ഞു കളയാം എന്താ ഉദ്ദേശിക്കുന്നത്? ഉരിഞ്ഞു കളയേണ്ടത് ഒരു ആവശ്യമില്ലാത്തൊരു വസ്തു അല്ലേ? ആവശ്യമില്ലാത്ത കാര്യമാണ് ഉരിഞ്ഞു കളയുക. അതിൻ്റെ ഒരു വാച്യാർത്ഥം നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്കൊരു തെളിവ് നോക്കാം. ലൂക്കോസ് 24:12. ലൂക്കോസ് 24:12. ലൂക്കോസ് 24:12. തുണി മാത്രം കണ്ടു. യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റപ്പോൾ യേശുക്രിസ്തുവിൻ്റെ വസ്ത്രം ഉരിഞ്ഞു മാറ്റി വെച്ചു എന്ന് പറഞ്ഞാൽ എന്താ? കല്ലറ വസ്ത്രങ്ങൾ ഉരിഞ്ഞു മാറ്റുക എന്ന് പറഞ്ഞാൽ എന്താ? നമ്മളൊക്കെ കർത്താവായ യേശുക്രിസ്തുവിനോടുകൂടെ ഉയർത്തെഴുന്നേറ്റിട്ടുണ്ടെങ്കിൽ എന്താ? ഇവിടെ കൊലോസ്യർ 3:5 മുതൽ പറയുന്ന ചില കാര്യങ്ങളൊക്കെ എന്താ? അതെല്ലാം കല്ലറ വസ്ത്രങ്ങൾ ആണ്. അത് നമ്മൾ എന്ത് ചെയ്യണം? ഉരിഞ്ഞു മാറ്റി വെക്കേണ്ടത് ആവശ്യമാണ്. ലാസറിനെ പുറത്തു വന്നപ്പോൾ എന്താ പറഞ്ഞത്? അവൻ്റെ കെട്ട് അഴിക്കുവൻ എന്ന് പറഞ്ഞാൽ കല്ലറ വസ്ത്രങ്ങൾ ധരിച്ച് ജീവിക്കുന്ന ഒരുപാട് വിശ്വാസികൾ ഉണ്ട്. അതുകൊണ്ട് കല്ലറ വസ്ത്രങ്ങൾ എന്ത് ചെയ്യണം? ഉരിഞ്ഞു മാറ്റി വെക്കേണ്ടത് ആവശ്യമാണ്. അത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ ആ ഗണ്ണിക വിടുകയാണ്. നമുക്ക് മുന്നോട്ട് പോകാം. മൂന്നാമതായിട്ട് വിശ്വാസി സഭയിൽ. ഓക്കെ, വിശ്വാസി സഭയിൽ അതിൻ്റെ 12 മുതൽ 17 വാക്യങ്ങളാണ്. അവിടെ വിശ്വാസി എന്ത് ചെയ്യണമെന്നുള്ള കാര്യത്തെ പറ്റിയാണ് പറയുന്നത്. വിശ്വാസി എന്ത് ചെയ്യണം? ആത്മഫലങ്ങളെ ധരിക്കണം. എന്ത് ധരിക്കണം? ആത്മഫലങ്ങളെ ധരിക്കണം. നമ്മളത് 12-ാം വാക്യത്തിൽ നമ്മൾ അതാണ് കാണുന്നത്. അവിടെ എന്താ? മനസ്സിലിവ്, ദയ, താഴ്മ ഒക്കെ നമ്മൾ വായിക്കുന്നുണ്ട്. ഒരു വിശ്വാസി സഭയിൽ ചെയ്യേണ്ട കാര്യങ്ങൾ എന്താണ്? ആത്മഫലങ്ങളെ ധരിക്കുക. എന്തുകൊണ്ടാണ് നമ്മൾ ആത്മഫലങ്ങൾ ധരിക്കേണ്ടത്? നമ്മൾ 12-ാം വാക്യം വായിക്കേണ്ടത്, അതുകൊണ്ട് ദൈവത്തിൻ്റെ വ്രതന്മാരെന്ന് പറഞ്ഞാൽ എന്താണ്? തിരഞ്ഞെടുക്കപ്പെട്ടവർ. കർത്താവ് എന്താ പറഞ്ഞത്? നിങ്ങൾ എന്നെ തിരഞ്ഞെടുത്തു എന്നല്ല, ഞാൻ നിങ്ങളെ തിരഞ്ഞെടുത്തു. എന്തിനാ? പോയി ഫലം കായ്ക്കേണ്ടതിന് വേണ്ടിയിട്ട് അല്ലേ? അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ഫലങ്ങളെ കായ്ക്കണം. എവിടെ? സഭയിൽ. പുറത്ത് വേണ്ടെന്നല്ല. പിന്നെന്താ? സഭയിൽ നാം ഫലങ്ങളെ കായ്ക്കുന്ന ആളുകളായിട്ട് മാറേണ്ടത് ആവശ്യമാണ്. എങ്ങനെ നമുക്ക് ഫലം കായ്ക്കുവാനായിട്ട് കഴിയും? ഫലം കായ്ക്കണമെങ്കിൽ ഈ ഒരു കാര്യം നമ്മൾ നോക്കണം. 16-ാം അധ്യായത്തിൻ്റെ അവസാന ഭാഗത്തേക്ക് നോക്കിയാൽ, ക്രിസ്തുവിൻ്റെ വചനം ഐശ്വര്യമായി സകല ജ്ഞാനത്തോടും കൂടെ നിങ്ങളിൽ വസിക്കട്ടെ. കർത്താവിൻ്റെ വചനത്താലാണ് നമുക്ക് എന്ത് ഫലം കായ്ക്കുവാനായിട്ട് സാധിക്കുന്നത്. യേശുക്രിസ്തു ശിഷ്യന്മാരോട് പറഞ്ഞു 15-ാം അധ്യായത്തിൻ്റെ 2-ാം വാക്യത്തിൽ, നിങ്ങൾ ഇപ്പോൾ കേട്ട വചനം നിമിത്തം നിങ്ങൾ ശുദ്ധിയുള്ളവർ ആകുന്നു. അപ്പോൾ ദൈവസഭയിൽ ഫലങ്ങളെ കായ്ക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? വചനം കേട്ട് ശുദ്ധി പ്രാപിക്കേണ്ടത് ആവശ്യമാണ്. എന്തിനാ ഞായറാഴ്ച വചന ശുശ്രൂഷ? എന്തിനാ? ഇതാ ഉദ്ദേശിക്കുന്നത്. എന്ത് ചെയ്യാം? വചനം കേട്ട്
വിശ്വാസികൾ ശുദ്ധി പ്രാപിക്കേണ്ടത് ആവശ്യമാണ്. അപ്പം നമ്മുടെ ജീവിതത്തിൽ എന്തുണ്ടാവണം? ഈ ആത്മഫലങ്ങളെ കായ്ക്കുന്നവരായിട്ട് തീരേണ്ടത് ആവശ്യമാണ്. അതിനെന്ത് വേണം? നാം വചനങ്ങൾ കേൾക്കേണ്ടത് ആവശ്യമാണ്. ആത്മഫലങ്ങളുടെ ധാരണത്തിന് ഏറ്റവും നല്ല മാതൃക കർത്താവ് തന്നെയാണ്. ഒറ്റ എക്സാമ്പിൾ പറഞ്ഞിട്ട് ഞാൻ അവസാനിപ്പിക്കാം. എന്താ? മനസ്സലിവ് അല്ലേ? കർത്താവ് മനസ്സലിവുള്ള ആളായിരുന്നു. രോഗികളെ കണ്ട്, ദരിദ്രരെ കണ്ടെല്ലാം മനസ്സലിഞ്ഞു. Efesiയർ 2:4 വായിക്കുന്നത് കരുണാസമ്പന്നനായ ദൈവമോ എന്ന് പറഞ്ഞ കർത്താവ് മനസ്സലിവുള്ള ആളായിരുന്നു. നമ്മളെങ്ങനെയായിരിക്കണം? നാം എങ്ങനെയായിരിക്കും? ഒരു വാക്യം മാത്രം നമുക്ക് വായിക്കാം മനസ്സലിവിന്. 1 യോഹന്നാൻ 3:17. 1 യോഹന്നാൻ 3:17. അതെ, അതായത് ആത്മഫലങ്ങളെ പുറപ്പെടുവിക്കേണ്ട കാര്യത്തെ പറ്റിയാണ് യോഹന്നാൻ പറയുന്നത്. അവിടെ എന്ത് ചെയ്യണം? മനസ്സലിവ് കാണിക്കണം. മനസ്സലിവ് കാണിക്കുന്നില്ലെങ്കിൽ എന്താ? ആത്മഫലങ്ങളെ പുറപ്പെടുവിക്കുന്നില്ല എന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. തെളിവുകൾ വേണമെങ്കിൽ ഒന്ന് എഴുതി വയ്ക്കാം. അടുത്തത് ദയയാണ്. ദയ Efesiയർ 2:6. Efesiയർ 2:6. തീത്തോസ് 3:4. അടുത്ത ഒരെണ്ണം കൂടിയും പറയാം. താഴ്മ മത്തായി 11:29. നമുക്ക് വേണ്ടിയിട്ട് നമ്മളെങ്ങനെയായിരിക്കണം? ഫിലിപ്പിയർ 2:3. ഫിലിപ്പിയർ 2:3. റോമർ 12:3. ബാക്കി സൗമ്യത, ദീർഘക്ഷമ, ക്ഷമിക്കുക, സ്നേഹം, സമാധാനം, നന്ദിയുള്ളവരായിരിക്കുക. ഇതിനൊക്കെ ഹോംവർക്കിരിക്കട്ടെ, നമ്മൾ തന്നെ കണ്ടുപിടിക്കുക. നമ്മുടെ സമയം പോയതുകൊണ്ടാണ് ഞാൻ പെട്ടെന്ന് പോകുന്നത്. അവിടെ ദീർഘക്ഷമയെ പറ്റി പറയുന്നു. എന്താണ് ദീർഘക്ഷമ? എന്താണ് ദീർഘക്ഷമ? ഒരു ഡെഫിനേഷൻ പറയാൻ പറ്റുമോ? വെറുതെ ചോദിക്കുന്നതാണ്, പറഞ്ഞില്ലെങ്കിലും കുഴപ്പമില്ല, വെറുതെ ചോദിക്കുന്ന. എന്താണ് ദീർഘക്ഷമ? അനീഷ, എന്താണ് ദീർഘക്ഷമ? പറ്റാത്ത കാര്യങ്ങൾ ക്ഷമിക്കും. വേറെ വല്ലതും ഉണ്ടോ? നമുക്കറിയാം ദീർഘക്ഷമ എന്താണ്, നമുക്ക് അറിയാം, പക്ഷെ പറയാൻ പറ്റുന്നില്ല. അതാണ് ഒരു പ്രശ്നം. പറയാൻ പറ്റുന്നില്ല. നമ്മൾ ദീർഘമായി ക്ഷമിക്കാറുണ്ട്. എന്താ? നമ്മളോട് ആരുടെ എന്തെങ്കിലും തെറ്റ് ആവർത്തിച്ച് ചെയ്തിട്ടും, അല്ലേ, ആവർത്തിച്ച് ചെയ്തിട്ടും നന്മയെ കരുതി എന്ത് ചെയ്യാം? കോപിക്കാതെയും പ്രതികരിക്കാതെയും ഇരിക്കുന്ന അവസ്ഥയാണ് ദീർഘക്ഷമ. നമ്മളോട് ആരോട് എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ട് എന്ത് ചെയ്യണം? നന്മയെ കരുതിയിട്ട് എന്ത് ചെയ്യണം? കോപിക്കാതിരിക്കുക, പിന്നെ എന്ത് ചെയ്യുക? പ്രതികരിക്കാതിരിക്കുക. ഇതാണ് ദീർഘക്ഷമ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആത്മഫലങ്ങളെക്കുറിച്ചുള്ള ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഞാൻ ഇതൊന്നും പരത്തി പറയാനായിട്ട് ആഗ്രഹിക്കുന്നില്ല, വലിയൊരു ചാപ്റ്ററായ കാരണം എൻ്റെ ഒരു അവലോകനമാണ് നമ്മൾ നടത്തുന്നത്. അടുത്തതിൻ്റെ രണ്ടാം ഭാഗം. ഒന്നാമത് എന്താ? ആത്മഫലങ്ങളെ ധരിക്കണം. രണ്ടാമത് ആത്മീയ ശുശ്രൂഷകളിൽ വസിക്കണം, അല്ലെങ്കിൽ നിലനിൽക്കണം. രണ്ടാമത് സഭയിൽ വിശ്വാസികൾ ആത്മീയ ശുശ്രൂഷകളിൽ വസിക്കണം, അല്ലെങ്കിൽ നിലനിൽക്കണം. അവിടെ പറയുന്ന കുറച്ച് പോയിന്റ് മാത്രം പെട്ടെന്ന് വായിക്കാം. എന്താണ് ആത്മീയ ശുശ്രൂഷകൾ? 16 വാക്യം. പഠിപ്പിക്കുക, പിന്നെന്താ? ഉപദേശിക്കുക, തുടർന്ന് പിന്നെ പാടുക, പിന്നെന്താ? വസിക്കുക, ചെയ്യുക, പറയുക. ഇത്രയും കാര്യങ്ങളാണ് വിശ്വാസി സഭയിൽ ചെയ്യേണ്ടത്. അതിൻ്റെ വിശദാംശങ്ങൾ അവിടെ ഉണ്ട്. അവിടെ നമ്മൾ വീട്ടിൽ പോയി ധ്യാനിച്ചാൽ മതി, നമുക്ക് കിട്ടും. ഇത്രയും കാര്യങ്ങൾ ഒരു വിശ്വാസി സഭയിൽ ചെയ്യേണ്ടതായിട്ടുണ്ട്. ചെയ്യുവാനായിട്ട് പറയുമ്പോൾ എന്താ? സഭയിലുള്ള എല്ലാ കാര്യങ്ങളും, എല്ലാ ആക്ടിവിറ്റീസും, എല്ലാ പ്രവർത്തനങ്ങളും എന്താ? ദൈവനാമ മഹത്വന. അതുകൊണ്ട് പായിടുന്നതും അടിച്ചു വാരുന്നതും പാത്രം കഴുകുന്നതും എല്ലാ ശുശ്രൂഷകളും എന്താ? ദൈവം ഈ ഇവിടെ നിന്നുകൊണ്ട് ചെയ്യുന്ന ശുശ്രൂഷ മാത്രമല്ല, പിന്നെന്താ? എല്ലാ ചെറിയ ശുശ്രൂഷകളും ബേബിസോർ അങ്ങനെ പറയാറുണ്ട്. എല്ലാ സഭയുമായിട്ട് ചെയ്യുന്ന എല്ലാ ചെറിയ ശുശ്രൂഷകളും, പാട്ടുപുസ്തകം എടുത്ത് വയ്ക്കുന്ന എല്ലാം എന്താ? എല്ലാം ആത്മീയ ശുശ്രൂഷകളാണ്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? നാം ആ കാര്യങ്ങൾ എന്ത് ചെയ്യണം? വ്യാപൃതരായിട്ട് ഇരിക്കണം. പക്ഷേ ദുഃഖം എന്താ? ഒരു സഭയിൽ ചെന്ന് കഴിഞ്ഞാൽ 1-2 പേര് മാത്രം എന്നും എല്ലാ കാര്യങ്ങളും ചെയ്യും. അങ്ങനെ ചെയ്തു വന്നപ്പോൾ ചില സഭകളൊക്കെ തീരുമാനിച്ചു, അങ്ങനെ വേണ്ട, നമുക്ക് എന്ത് ചെയ്യാം? ഓരോരുത്തർക്കും ഒരു ഡ്യൂട്ടി ചാർട്ട് തയ്യാറാക്കാം. അപ്പോൾ എന്ത് ചെയ്യുന്നു? ഓരോ സഭകളിലൊക്കെ 2 പേര് വീതം, അല്ലെങ്കിൽ 3 പേര് വീതം, 3 ഫാമിലി വീതം ഓരോ ഡ്യൂട്ടികൾക്കും, ഓരോ കാര്യങ്ങൾക്കും ഡ്യൂട്ടി കിട്ടും. അതിൻ്റെ അർത്ഥം എന്താ? നമ്മൾ ഈ ആത്മീയ ശുശ്രൂഷകളിൽ എന്താ? വലിയ ഉത്സാഹമുള്ള ആളുകളല്ല. അതായത് ഞാൻ ഒരു സഭയിലായിരിക്കുമ്പോൾ എൻ്റെ ഉത്തരവാദിത്വം എന്താണെന്ന് ഞാൻ മനസ്സിലാക്കുന്നില്ല. അതതിൻ്റെ പ്രശ്നം.
ഞാൻ ഈ സഭയിലായിരിക്കുമ്പോൾ എന്താ എനിക്കൊരു ഉത്തരവാദിത്വമുണ്ട്. ആ ഉത്തരവാദിത്തത്തിൽ ഞാൻ നിറഞ്ഞു നിൽക്കണം എന്നുള്ളതാണ് ഒരു വിശ്വാസിയെ സംബന്ധിച്ച് ദൈവം ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് ഒരു വിശ്വാസി സഭയിൽ എന്താ ഇത്രയും കാര്യങ്ങളിൽ ഏർപ്പെട്ടിരിക്കേണ്ടത് ആവശ്യമാണ്. ഒരൊറ്റ കാര്യം കൂടി ആ കാര്യത്തെ പറ്റി പറയാം. പഠിപ്പിക്കുക, ഉപദേശിക്കുക എന്നുള്ള കാര്യം പറയണം. ഇത് പറയുന്നത് നേതൃത്വത്തോടുള്ള ബന്ധത്തിലാണ്. ബോറടിക്കണ്ടോ? ഉറക്കം വരുന്നുണ്ടോ? നേതൃത്വത്തോടുള്ള ബന്ധത്തിലാണ് ഉപദേശിക്കലും പഠിപ്പിക്കലും, അല്ലേ? ഞാൻ തെളിവാണെങ്കിൽ നമുക്ക് എഴുതാം. 1 തിമോഥെയോസ് 3:2, 1 തിമോഥെയോസ് 3:2, എഫെസ്യർ 4:11. വായിക്കേണ്ട, സമയമില്ലാത്തതുകൊണ്ട് നമുക്ക് വായിക്കേണ്ട. തീത്തോസ് 1:9. അത് നേതൃത്വത്തോടുള്ള ബന്ധത്തിൽ പറയുന്ന കാര്യങ്ങളാണെന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഇപ്പോൾ നമുക്ക് ആ ഗണ്യം കൂടി അവസാനിപ്പിച്ചിരിക്കുകയാണ്. അടുത്തതിലേക്ക് പോകാം, അല്ലെങ്കിൽ നമുക്ക് തീരില്ല. വിശ്വാസി കുടുംബത്തിൽ അത് 18 മുതൽ 21 വരെയുള്ള വാക്യങ്ങളാണ്. അവിടെ വിശ്വാസി അനുവർത്തിക്കേണ്ട കാര്യങ്ങളെ പറ്റിയാണ് പറയുന്നത്. വിശ്വാസി എന്ത് ചെയ്യണം? ചില കാര്യങ്ങളൊക്കെ അനുവർത്തിക്കണം, പെരുമാറണം. അത് വളരെ മനോഹരമായിട്ട് ചെയ്യേണ്ട കാര്യങ്ങളാണ്. എന്താണെന്ന് അത് നമുക്കൊന്ന് വായിക്കാം. എന്താ 18? ഭാര്യമാരെ നിങ്ങളുടെ ഭർത്താക്കന്മാർക്ക് കർത്താവിന് ഉചിതമാകുവണ്ണം കീഴടങ്ങുവിൻ. ബൈബിള് എന്താ ഭാര്യമാർക്ക് 1-ാം സ്ഥാനം കൊടുക്കുന്നുണ്ട്. ആദ്യം ആരോടാ പറയുന്നത്? ഭാര്യമാരോടാണ്. ലോകത്തുള്ള സ്ത്രീകൾക്ക് മുഴുവൻ പരാതി എന്താണ്? സ്ത്രീകൾക്ക് എന്താ 1-ാം സ്ഥാനം ഇല്ല, എല്ലായിടത്തും പുരുഷന്മാർക്കാണ് 1-ാം സ്ഥാനം. ബൈബിൾ എന്താ വളരെ കൃത്യമായിട്ട് ഭാര്യമാരെ വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. അവിടെ പറയുന്ന കാര്യം എന്താ? കീഴടങ്ങണം എന്നുള്ളത്. അത് എഴുതുമ്പോൾ പൗലോസിൻ്റെ മനസ്സിലുള്ളൊരു കാര്യം, ഇത് രക്ഷിക്കപ്പെടാത്ത ഭർത്താക്കന്മാരുള്ള ഭാര്യമാരോട് ആണ്. അതാണ് അതിൻ്റെ ഒന്നാമത്തെ ഇത്. രക്ഷിക്കപ്പെടാത്ത ഭർത്താക്കന്മാരുള്ള ഭാര്യമാരാണ് പറയുന്നത്. അതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ, അതിൻ്റെ കാരണം നമുക്ക് 1 പത്രോസ് 3:1 വായിക്കാം. നമുക്ക് പെട്ടെന്ന് എടുക്കാം. 1 പത്രോസ് 3:1. ഇവിടെ കീഴടങ്ങുവാൻ പറഞ്ഞിരിക്കുന്നത് ഒന്നാമത് എന്താ? അവിശ്വാസികളായിരിക്കുന്ന ഭർത്താക്കന്മാരുള്ള സ്ത്രീകളോടാണ്. മറ്റുള്ളവർക്ക് ബാധകമല്ല എന്നല്ല, അത് രണ്ടാമത്തെ ആശയം. മറ്റുള്ളവർക്കും ബാധകമാണ്. അപ്പോൾ കീഴടങ്ങുക എന്ന് പറയുമ്പോൾ അതെന്താ? അതൊരു കർത്തവ്യമാണ്. കർത്തവ്യം എന്ന് പറഞ്ഞാൽ എന്താ? അതൊരു ധാർമ്മിക ബാധ്യതയാണ്. അത് ദൈവത്തിൻ്റെ കൽപ്പനയാണ്. അപ്പോൾ എന്തുണ്ടാവണം? അത് അന്യോന്യം എന്ത് ചെയ്യണം? ഉള്ളതാണ്. ഭാര്യയ്ക്കും ഭർത്താവിനുമുള്ള ഒരു കാര്യമാണ്. അത് ഏകപക്ഷീയമാണെന്ന് കാണുവാൻ സാധിക്കും. കീഴടങ്ങുമ്പോൾ ഒരു ഭാര്യ മനസ്സിലാക്കേണ്ട ഒരു വസ്തുത എന്താണെന്ന് ചോദിച്ചാൽ, ഞാൻ ഭർത്താവിരിക്കുന്നു എന്നുള്ളതല്ല. എന്താ? ഞാൻ ദൈവവചനം. എന്തിനാ കീഴടങ്ങുന്നത്? ദൈവത്തെ മഹത്വപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. കാരണം ഇത് പറഞ്ഞതാരാ? ദൈവമാണ് പറഞ്ഞത്. ഒരു ഭാര്യ ഭർത്താവിനെ അനുസരിക്കുമ്പോൾ ഉദ്ദേശിക്കുന്ന കാര്യം, ഭാര്യ ദൈവത്തിൻ്റെ കൽപ്പന അനുസരിക്കുന്നു എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. അത് മനസ്സിലുണ്ടെങ്കിൽ അനുസരിക്കാനായിട്ട് പ്രയാസം തോന്നില്ല. അത് മനസ്സിലില്ലാത്തോടത്തോളം കാലം എന്തുണ്ടാവും? വിമുഖത ഉണ്ടാവും, അല്ലേ? അപ്പോൾ ഇതിന് രണ്ടാമത്തെ ആശയം എന്താ? ഭാര്യ അനുസരിക്കുന്നത് എന്തിനു വേണ്ടിയാണെന്ന് ചോദിച്ചാൽ അത് മക്കൾക്ക് വേണ്ടിയാണ്. ഭാര്യ അനുസരിക്കുന്നില്ലെങ്കിലോ അനുസരണത്തിൻ്റെ മോഡൽ കാണിക്കുന്നത് ആരാ? ഭാര്യയാണ് കുടുംബത്തിൽ കാണിക്കുന്നത്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഈ അനുസരിക്കുക എന്ന് പറയുന്നത് അത് ദൈവത്തിൻ്റെ കൽപ്പനയാണ്. ദൈവനാമത്തിന് വേണ്ടി ചെയ്യണം. അനുസരിക്കാത്ത ഭാര്യയെ ഭർത്താക്കന്മാർക്ക് ഇഷ്ടമല്ല. ആണോ? അനുസരിക്കാത്ത ഭാര്യയെ ഭർത്താക്കന്മാർക്ക് ഇഷ്ടമല്ല. അപ്പോൾ ഭാര്യമാർ മനസ്സിലാക്കേണ്ട കാര്യം എന്താ? കീഴടങ്ങണമെന്ന് പറയുമ്പോൾ എന്താ? ഇത് എൻ്റെ വിശ്വാസ ജീവിതത്തിൻ്റെ ഭാഗമാണ്. നാം എന്തിനാണ് വിവാഹം കഴിക്കുന്നത്? വിവാഹത്തിൻ്റെ ലക്ഷ്യം എന്താണ്? പലപ്പോഴും അങ്ങനെ അതൊരു നാട്ടുനടപ്പായിട്ട് അതിങ്ങനെ പോകുന്നല്ലാണ്ട്. എന്നാൽ അങ്ങനെയല്ല. ബൈബിൾ ഉദ്ദേശിക്കുന്ന കാര്യം അത് ദൈവനാമ മഹത്വത്തിന് വേണ്ടിയിട്ടാണ്. അത് ദൈവം വെച്ച കാര്യമാണ്. അത് ഞാൻ അനുസരിക്കണം. അത് വേണ്ടാന്ന് വയ്ക്കാനായിട്ടുള്ളൊരു കൽപ്പന ഇല്ല. അത് ഞാൻ അനുസരിക്കണം. ഞാൻ എന്തിനു വിവാഹം കഴിക്കണം? എനിക്ക് എൻ്റെ ദൈവത്തെ മഹത്വപ്പെടണം. ഞാൻ എന്തിന് ഭർത്താവിനെ അനുസരിക്കണം? എനിക്ക് എൻ്റെ ദൈവത്തെ മഹത്വപ്പെടണം. കീഴടങ്ങൾ അടിമത്തമല്ല, പിന്നെന്താ? അതൊരു പിടിച്ചടക്കലും അല്ല. പിന്നെന്താ? അത് കർത്താവിന് ഉചിതമാവണ്ണം കീഴടങ്ങണം. കർത്താവിനെ മഹത്വപ്പെടുത്തുക. പുരുഷൻ ഭാര്യയെ കീഴടക്കണമോ?
പുരുഷൻ ഭാര്യയെ കീഴടക്കണമോ? ഇല്ല, അങ്ങനെ ഒരു ആശയമില്ല. കാരണം എന്താ? പുരുഷനും സ്ത്രീയും എന്ന് പറഞ്ഞ മൂല്യത്തിലെന്താ ഒന്നാണ്, ഒരേ റാങ്കാണ്, യാതൊരു വ്യത്യാസമില്ല. ദൈവ സൃഷ്ടിയെ സംബന്ധിച്ച് പറയുമ്പോൾ പുരുഷനും സ്ത്രീയും എന്താ ഒരേ മൂല്യമാണ്. അത് നമ്മൾ പെട്ടെന്ന് മനസ്സിലാക്കാൻ പറയാം. ഒരു 100 രൂപ നോട്ടും ഒരു 100 രൂപ കോയിനും എന്താ വ്യത്യാസം? ഒരേ മൂല്യമാണ്. ഈ 100 രൂപ കൊണ്ട് നോട്ട് കൊണ്ട് മേടിക്കാൻ പറ്റുന്ന സാധനവും കോയിന് കൊണ്ടും മേടിക്കാൻ പറ്റും. പക്ഷേ വ്യത്യാസം എന്താ? അതിൻ്റെ രൂപത്തിലും ഉപയോഗത്തിലും തൂക്കത്തിലും ഘടനയിലും സ്വഭാവത്തിലും വ്യത്യാസമാണ്. ഈ വ്യത്യാസമാണ് പുരുഷനും സ്ത്രീയിലും ഭാര്യയിലും ഭർത്താവിലും നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. പക്ഷേ പാരമ്പര്യം എങ്ങനെയാണ്? പാരമ്പര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും നന്നായിട്ട് അറിയാം. എന്താ പാരമ്പര്യം? നീ അവളെ കല്യാണം കഴിഞ്ഞാട്ടി മുമ്പ് തന്നെ പറഞ്ഞു, നീ അവളെ വെറുതെക്ക് നിർത്തണം. കല്യാണം കഴിഞ്ഞ് കഴിയുമ്പോൾ നിൻ്റെ കൈക്ക് എല്ലില്ലാഞ്ഞിട്ടാ. അവൾ ആൺപിള്ളേരുടെ കൈൻ്റെ ചൂട് ഞാൻ പറഞ്ഞു ഇത്തിരി ലോക്കലാവെന്ന് പറഞ്ഞിട്ടുണ്ട്. ആൺപിള്ളേരെ കൈൻ്റെ ചൂട് അറിഞ്ഞിട്ടില്ല, അവന് നട്ടലില്ലാത്തതുകൊണ്ട് ആണ് അല്ലേ? ഇതൊക്കെയാണ് പാരമ്പര്യം. പക്ഷേ ഒരുവിധം വിശ്വാസികളുടെ വീട്ടിൽ ഈ പാരമ്പര്യമാണ് തുടർന്നു പോകുന്നത്. ബൈബിളല്ല, രക്ഷിക്കപ്പെട്ടു സ്നാനപ്പെട്ടു നമ്മൾ സഭയുടെ അംഗങ്ങളാണ്. പക്ഷേ ഒരുവിധം വീടുകളിലും എന്താ ഈ പാരമ്പര്യമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തെ എന്ത് ചെയ്യാം? നമുക്ക് കർത്താവിനെ മഹത്വപ്പെടുത്തണമെങ്കിൽ എന്ത് ചെയ്യണം? ഭാര്യ ഭർത്താവിനെ കീഴടങ്ങണം. എനിക്കറിയാവുന്നൊരു സഹോദരനുണ്ട്, തമിഴ് സഹോദരിയാണ്. ആ സഹോദരി വിശ്വാസത്തിൽ വന്നു. ഭർത്താവിന് ഭയങ്കര എതിർപ്പാണ്. ഭർത്താവ് ഞായറാഴ്ച ജോലിക്ക് പോകുമ്പോൾ ഈ സഹോദരി പതുക്കെ ഡ്രസ്സ് മാറിയിട്ട് ആരാധനയ്ക്ക് വരുമ്പോൾ തിരിച്ചു ചെല്ലുമ്പോൾ ഭർത്താവ് വീട്ടിലുണ്ടാവും. ചെരുപ്പ് വരാനോ ഡ്രസ്സ് മാറാനോ ഒന്നും സമയമില്ല, നല്ല ഇടിയാണ്. എല്ലാ ആഴ്ചയിലും, ഒരാഴ്ചയല്ല, എല്ലാ ആഴ്ചയിലും ഭർത്താവിൻ്റെ കൽപ്പന ആരാധനയ്ക്ക് പോകാൻ പാടില്ല. 3 വർഷം ഈ സഹോദരി ഇടികൊണ്ടു എല്ലാ ആഴ്ചയും. 3 വർഷം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ എനിക്ക് ആ സഹോദരനെ അറിയാം, അതുകൊണ്ട് എൻ്റെ തൊണ്ടയിടും. 3 വർഷം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഈ ഭർത്താവ് ഈ സഹോദരിനെ ആരാധനയ്ക്ക് ബൈക്കിൽ കൊണ്ടുവിട്ടു. നമ്മൾ നേരത്തെ വായിച്ച വാക്യത്തിൽ ആശയമുണ്ട്, ഭാര്യയുടെ നല്ല നടപ്പ് കണ്ടറിഞ്ഞു. അപ്പോൾ ഭാര്യ എന്ത് ചെയ്യണം? കീഴടങ്ങണം. ആ സഹോദരി ആ വചനം മനസ്സിലാക്കിയതുകൊണ്ട് 3 വർഷം എന്ത് ചെയ്തു? ഈ പീഡനങ്ങളെ സഹിച്ച് വിശ്വാസം കാത്ത് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ ഇടയായിത്തീർന്നു. ഓക്കെ, നമുക്ക് മുന്നോട്ട് പോകാം. ഭർത്താക്കന്മാർ, അടുത്ത് വായിക്കുന്നത് എന്താ? ഭർത്താക്കന്മാരെ നിങ്ങളുടെ ഭാര്യമാരെ സ്നേഹിക്കുക. ഞാൻ തന്നെ വന്നിരുന്നെങ്കിൽ എന്തെങ്കിലുമൊക്കെ പറയായിരുന്നു. ഇപ്പോൾ ഒന്നും പറയാൻ പറ്റാത്ത അവസ്ഥയായി. ഭാര്യമാരെ ഭർത്താക്കന്മാരെ സ്നേഹിക്കുക. എന്താണ് ഈ സ്നേഹം കൊണ്ട് ഉദ്ദേശിക്കുന്നത്? അതും ദൈവത്തിൻ്റെ കൽപ്പനയാണ്. ഇത് എന്താ? ത്യാഗപൂർണമായ സ്നേഹമാണ്. അഗപ്പെ എന്നൊക്കെ പറയും, ഗ്രീക്കിൽ അഗപ്പെ എന്നൊക്കെ പറയും. എന്ന് പറയാൻ എന്താ? കർത്താവ് എങ്ങനെയാണ് സഭയെ സ്നേഹിച്ചത് അത് സ്നേഹിക്കും. അതാണ് സ്നേഹത്തിൻ്റെ മാനദണ്ഡം. ഒരു ഭർത്താവ് എങ്ങനെ ഭാര്യയെ സ്നേഹിക്കുന്നു? ആ സ്നേഹിക്കാൻ പഠിക്കേണ്ടത് കർത്താവ് എങ്ങനെയാണ് സ്നേഹിച്ചതെന്ന് ബൈബിളിൽ നിന്ന് പഠിച്ചിട്ട് വേണം കല്യാണം കഴിക്കാൻ. എനിക്ക് പറ്റിയില്ല. അപ്പോഴാണ് ഇത് കൃത്യമായിട്ട് വരുവുള്ളൂ. അതുകൊണ്ട് എന്ത് ചെയ്യണം? നമ്മൾ ത്യാഗപൂർണമായിരിക്കുന്ന സ്നേഹം കാഴ്ചവെക്കണം. ഭർത്താവ് അനുസരിക്കാത്തപ്പോൾ ഭാര്യമാർക്ക് ഒരുപാട് കംപ്ലൈൻറ്റാണ്. അതിനൊരു മറുപടിയുണ്ട്. മറുപടി എങ്ങനെയാണ്? ദൈവം ആരെയാണ് സ്നേഹിച്ചത്? അനുസരണം കെട്ടവരെയാണ്, അല്ലേ? അനുസരണം കെട്ടവരെയാണ് ദൈവം സ്നേഹിച്ചത്. അങ്ങനെയാണെങ്കിൽ അനുസരണം ഇല്ലാത്ത ഭാര്യയെ ഇത്തിരി എക്സ്ട്രീമായി പോകണ്ടോന്ന് സംശയമുണ്ട്. അനുസരണം കെട്ട ഭാര്യയെ ആര് സ്നേഹിക്കണം? ഇല്ലേ? ഈ തത്വം അനുസരിച്ച് അനുസരണ ഭാര്യയെ ഭർത്താവ് തീർച്ചയായിട്ടും സ്നേഹിക്കണം. ഇവിടെ നാം മനസ്സിലാക്കേണ്ട, സ്നേഹം ഉണ്ടാകുന്നില്ലെങ്കിൽ അനുസരണം അത് വളരെ ദൂരെയാണ്. അനുസരണം വളരെ ദൂരെയായിരിക്കും. പക്ഷെ പുരുഷനെ സംബന്ധിച്ച് അങ്ങനെയല്ല. സ്നേഹമില്ലെങ്കിലും അനുസരണം ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് ഒരു പുരുഷൻ്റെ മനോഭാവം എന്ന് പറയുന്നത്. കർത്താവ് എങ്ങനെ സ്നേഹിച്ച? 1 യോഹന്നാൻ 4:19 വായിക്കുന്ന സമയമില്ല. ആദ്യം നമ്മെ സ്നേഹിച്ചു. അപ്പോൾ ആദ്യം എന്ത് വരണം? ആദ്യം സ്നേഹം പുരുഷനിൽ നിന്ന് വരണം. കാരണം എന്താ? പുരുഷനാണ് തല, അല്ലേ? പുരുഷനാണ് തല. തലയിൽ നിന്ന് ആദ്യം സ്നേഹം വരേണ്ടതായിട്ട് ഇരിക്കുന്നു. അപ്പോൾ സ്നേഹത്തിൽ എന്തെല്ലാം അടങ്ങിയിരിക്കുന്നു എന്ന് നമുക്ക് നോക്കാം. സ്നേഹത്തിൽ പെട്ടെന്ന് ഇത് പറഞ്ഞു പോവാണ്. സ്നേഹത്തിൽ
ശ്രദ്ധ അടങ്ങിയിരിക്കുന്നുണ്ട്. ശ്രദ്ധ അടങ്ങിയിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ആദാമിന് അതില്ലാണ്ടായിപ്പോയി. ആദാമിന് അതില്ലാതായിപ്പോയി. ഒരു ആ അർത്ഥത്തിലല്ല ഞാനിവിടെ പറയുന്നത്. ശ്രദ്ധ എന്ന് പറഞ്ഞാൽ ഒരു ഭാര്യയുടെ എല്ലാ മേഖലകളിലും ഭർത്താവ് ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. പറഞ്ഞു മടുക്കുമ്പോൾ ഞാനൊന്നും വിടാറില്ല, അതൊക്കെ എന്തെങ്കിലും ആയിക്കോട്ടെ, കുറേ പറഞ്ഞു നോക്കി, വർഷം ഇത്ര ആയില്ലേ. അതെന്താ? അത് സ്നേഹത്തിൻ്റെ ഭാഷയല്ല. സ്നേഹത്തിൽ എന്തുണ്ട്? ശ്രദ്ധയുണ്ട്. പിന്നെ ബഹുമാനം. ഭർത്താവ് എന്ത്? ഭാര്യയെ ബഹുമാനിക്കണം. അങ്ങനെയുണ്ടോ? അങ്ങനെയുണ്ടോ? വേണ്ട. അപ്പോൾ നമുക്ക് വായിക്കണം. 1 പത്രോസ് 3:7. 1 പത്രോസ് 3:7. അത് ഉറക്കെ വായിക്കേ. അവർക്ക് ബഹുമാനം കൊടുപ്പിന്. ബൈബിളിലുണ്ട്. ബൈബിളിലെ ദൈവം വളരെ പ്രത്യേകതയുണ്ട്. വളരെ പ്രത്യേകമായിരിക്കുന്ന, ലോകത്തിൻ്റെ ദൈവന്മാരെ പോലെയൊന്നുമല്ല. ബൈബിളിലെ ദൈവം വളരെ കൃത്യമായിട്ടാണ് ഈ കാര്യങ്ങളൊക്കെ ചെയ്തിരിക്കുന്നത്. ഒരു പുരുഷൻ എന്ത് ചെയ്യണം? തൻ്റെ ഭാര്യയെ ബഹുമാനിക്കണം. എങ്ങനെയൊന്ന് പ്രകടിപ്പിക്കുക ബിസോര? എങ്ങനെ ഭാര്യ ബഹുമാനിക്കുക? എനിക്കറിയില്ല, അതുകൊണ്ട് ഞാൻ ചോദിക്കണത്. മിക്കവാറും ആർക്കും അറിയില്ല അല്ലേ? മിക്കവാറും ആർക്കും അറിയില്ല. എനിക്കും അങ്ങനെ. ഞാനത് ഇതുവരെ ആരും പറഞ്ഞു കേട്ടിട്ടില്ല. സ്ത്രീത്വത്തെ ബഹുമാനിക്കുക. അത് ബൈബിൾ ആശയത്തിൽ വരട്ടെ. എങ്ങനെ ബഹുമാനിക്കാൻ പറ്റും? ഞാൻ വെറുതെ 2 കാര്യം പറയാം. ഉണ്ടെങ്കിൽ ബഹുമാനിക്കുന്നില്ല. ഭാര്യയെ കളിയാക്കുന്നുണ്ടെങ്കിൽ ബഹുമാനിക്കുന്നില്ല. പിന്നെന്താ? ദേഷ്യപ്പെടുന്നുണ്ടെങ്കിൽ ബഹുമാനിക്കുന്നില്ല. ഭാര്യയോട് കോപിക്കോ? ഇവിടെ അടിസ്ഥാനമോ? മനോട് ശ്രദ്ധിക്കുന്നില്ലേ? ഇവിടെ ഇല്ലേ? തങ്ങശായ ഒന്ന് പറയുന്നേ, എന്നെ ഒന്ന് സഹായിക്കേ. വഴക്ക കൂടാ. അത് ഭാര്യയോടുള്ള ബന്ധത്തിലാണോ? ഓക്കെ, ഞാനൊരു കാര്യം പറയാം. അതായത് തിരിച്ചുള്ള കോപം സ്വീകരിക്കാൻ പറ്റുന്നെങ്കിൽ ആകാം. ഓക്കെ ആണോ? തിരിച്ചുള്ള കോപം സ്വീകരിക്കുന്നുണ്ടോ? മിക്കവാറും കോപമൊക്കെ ഉണ്ടാവാറുണ്ട്. തിരിച്ചൊക്കെ ഇഷ്ടം പോലെ കോപിക്കാറുണ്ട്. ഇല്ലയെന്നൊന്നും ആരും പറയണ്ട. ഓക്കെ, ഇഷ്ടപ്പെടുന്നില്ല. ഇവിടെ എപ്പോഴും നമ്മൾ പാരമ്പര്യത്തിലാണ്. ബൈബിളിലേക്ക് നമ്മൾ കടന്നു വന്നിട്ടില്ല. നമ്മൾ രക്ഷിക്കപ്പെട്ട് 10 വർഷം 20 വർഷം 30 വർഷം കഴിഞ്ഞു. ബൈബിളൊക്കെ ധാരാളം വായിച്ചു, ഒരുപാട് പ്രസംഗങ്ങൾ കേട്ടു, ഒരുപാട് പ്രസംഗിച്ചു. പക്ഷെ എന്താ, ഈ ആത്മീക അവസ്ഥയിലേക്ക് നമ്മൾ കടന്നു വന്നിട്ടില്ല. അടുത്തത് സ്നേഹത്തിൽ അടങ്ങിയിരിക്കുന്നത് ശുശ്രൂഷ അടങ്ങിയിരിക്കുന്നുണ്ട്. എങ്ങനെ? ഭാര്യയ്ക്ക് ആവശ്യമായിരിക്കുന്ന എല്ലാ ശുശ്രൂഷകളും എന്ത് ചെയ്യണം? ഭർത്താവ് ചെയ്യണം. അതാണ് സ്നേഹത്തിൽ അടങ്ങിയിരിക്കുന്നത്. ത്യാഗപൂർണ്ണമായിരിക്കുന്ന ഒരു സ്നേഹം അങ്ങനെയാണ്. എല്ലാ ശുശ്രൂഷകളും ചെയ്യണം. പെട്ടെന്ന് പറഞ്ഞു, സമയം കഴിഞ്ഞു പോയി. ഭാര്യയുടെ സ്ഥാനം എന്താ ഭാര്യയുടെ സ്ഥാനം? പെട്ടെന്ന് പറയാം. ഭാര്യയുടെ സ്ഥാനം എന്ന് പറഞ്ഞാൽ പുരുഷൻ്റെ മക്കളെ പ്രസവിച്ചു എന്നുള്ളതാണ്. നിന്റെ മക്കളുടെ അമ്മയാണ്. ഞാൻ നിന്റെ എന്ന് പറയുമ്പോൾ നിങ്ങളെ ഉദ്ദേശമല്ല, പൊതുവെ പറയണേ. എന്താണ്? പുരുഷനോട് പറയാണ്, നിന്റെ മക്കളുടെ അമ്മയായതുകൊണ്ട് എന്ത് ചെയ്യണം? ആ സ്ഥാനത്തെ ബഹുമാനിക്കണം. ചില വിദ്യാഭ്യാസമില്ലാത്ത പല ആൾക്കാരും ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ ഉദാഹരണം ഞങ്ങളുടെ ഇതിൽ തന്നെ പറയാം. എൻ്റെ ഷിബിയുടെ അപ്പനും അമ്മയും ഞങ്ങളുടെ കൂടെയൊക്കെ താമസിക്കുമ്പോൾ ഈ അപ്പച്ചൻ വിളിക്കുന്നത് അമ്മയെന്നാണ് വിളിക്കുന്നത്. അപ്പച്ചൻ അമ്മേനെ വിളിക്കുന്നത് അമ്മയെന്നാണ് വിളിക്കുന്നത്. അതാ സ്ഥാനം. അമ്മയെന്ന് വിളിക്കുന്നതിന് വേണ്ടിയിട്ട് ആർക്ക് വേണ്ടിയിട്ടാണ്? മക്കൾക്ക് വേണ്ടിയിട്ടാണ്. ഇവിടെ നമുക്കുള്ള ഒരു എന്താ പറയുക, ഒരു ലജ്ജ തോന്നുന്ന, ഒരു പക്ഷേ ആധുനിക തലമുറയ്ക്ക് ഒരു ലജ്ജ തോന്നുന്ന ഒരു കാര്യമാണ്. ഇപ്പോൾ വ്യത്യാസങ്ങൾ വന്നിരിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു കാലത്ത് മുഴുവൻ സ്ത്രീയെ ഡി എന്നുള്ള സംബോധന,
എന്നുള്ള ഇങ്ങനെയുള്ള സംഭാവനകളൊക്കെ വന്നിട്ട് ഇപ്പം എങ്ങനെയാണ് വന്നിരിക്കുന്നത്? നേരെ തിരിച്ചപ്പോൾ ഇപ്പോൾ ഭാര്യമാർ ഭർത്താക്കന്മാരെ പേര വിളിക്കണം. വ്യത്യാസം വന്നു പോയി. പക്ഷെ പല സന്ദർഭങ്ങൾ പല ആളുകളിലും അത് വിദ്യാഭ്യാസം അല്ലെങ്കിൽ സുവിശേഷന്മാരോ മൂപ്പന്മാരോ അങ്ങനെയൊന്നുമല്ല, സാധാരണപ്പെട്ട ആളുകളിൽ അവരുടെ ചെല്ലുമ്പോൾ സാധാരണ സഹോദരിമാരൊക്കെ അച്ചാന്ന് വിളിക്കും, അപ്പാന്ന് വിളിക്കും, അല്ലെ പപ്പാന്ന് ഡാഡിന്നൊക്കെ വിളിക്കും. സഹോദരിമാർ സാധാരണ ചെയ്യുന്ന കാര്യങ്ങളാണ്. പക്ഷെ തിരിച്ച് മമ്മിയെന്നും അപ്പാന്നും വിളിക്കുന്ന സാഹചര്യങ്ങൾ വളരെ അപൂർവമാണ്. സ്ത്രീക്ക് ഒരു സ്ഥാനം ഉണ്ട്. അടുത്തെന്താ? ഭാര്യയുടെ ആഗ്രഹങ്ങളെ എന്ത് ചെയ്യണം? പരിഗണിക്കണം. ഭാര്യയുടെ ആഗ്രഹങ്ങളെ പരിഗണിക്കണം. സ്നേഹിക്കാത്ത ഭർത്താവിനെ ആർക്കും ഇഷ്ടമല്ല. ഒരു തുണ്ട് സ്നേഹം, എത്ര അല്ല ഇതല്ലേ വാക്ക് കറക്റ്റ് വാക്ക്, എത്ര വർഷം കല്യാണം കഴിഞ്ഞിട്ട് ഒരു തുണ്ട് ഇച്ചിരി സ്നേഹം. അപ്പം എന്താ? ഭാര്യയുടെ ആഗ്രഹങ്ങളെ പരിഗണിക്കണം. അതാണ് യഥാർത്ഥ സ്നേഹം. പിന്നെ പുരുഷന്മാർക്കൊരു ടൈറ്റിലുണ്ട്. എന്താ ടൈറ്റിൽ? സ്നേഹം പ്രകടിപ്പിക്കാൻ അറിയില്ല. ഞാനൊക്കെ അങ്ങനെ രക്ഷപ്പെട്ടു പോണേ. സ്നേഹം പ്രകടിപ്പിക്കാനായിട്ട് അറിയില്ല. അപ്പോൾ അടുത്തായിട്ട് സ്നേഹത്തിൽ അടങ്ങിയിരിക്കുന്നത് എന്താ? ഭാര്യയിൽ എന്ത് ചെയ്യണം? വിശ്വാസം അർപ്പിക്കണം. വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഭാര്യയിൽ വിശ്വാസം അർപ്പിക്കുന്നില്ലെങ്കിൽ ആ കുടുംബത്തിൽ എന്താ? വലിയ പ്രശ്നങ്ങളാണ്, ബുദ്ധിമുട്ടാണ്. കർത്താവിനെ മഹത്വപ്പെടുത്താൻ പറ്റില്ല, വളരെ ബുദ്ധിമുട്ടാണ്. പിന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ക്രിസ്തുവിൽ ഭാര്യയുമായിട്ടുള്ള ഐക്യം ഉണ്ടാകണം. ക്രിസ്തുവിലുള്ള ഐക്യം. അതിനൊരു ഒരു വാക്യം നമുക്ക് വായിക്കാം, സമയം പോയി. ഒരു വാക്യം, ഉൽപ്പത്തി 2-ാം അധ്യായത്തിൻ്റെ 23-ാം വാക്യം. അസ്ഥി നോക്കൂ, ഞാൻ വിചാരിക്കുന്നത് ആദാം ഇങ്ങനെ പറഞ്ഞപ്പോൾ, ദൈവത്തിന് അറിയാഞ്ഞിട്ടൊന്നല്ല, ഞാൻ ഒരു മാനുഷികമായ ചിന്തയാണ്. ആദാം ഇങ്ങനെ പറഞ്ഞപ്പോൾ ഏറ്റവും കൂടുതൽ സന്തോഷിച്ച ആരായിരിക്കും? ആരായിരിക്കും? ദൈവം. ഹവ്യല്ല, ദൈവം അല്ലേ? ദൈവമാണ് ഹവ്യനെ ആദാമിൻ്റെ അടുത്ത് കൊണ്ടു നിർത്തുന്നത്. ഇത് കൊണ്ടു നിർത്തിയപ്പോൾ ആദാം ഇത് പറഞ്ഞു, ഇതെൻ്റെ അസ്ഥിയിൽ നിന്ന് അസ്ഥിയാണ്. ദൈവത്തിന് ഭയങ്കര സന്തോഷമാണ്. ക്രിസ്തുവിലുള്ള ഐക്യം ദൈവം കാണുമ്പോൾ എന്തുണ്ടായിരിക്കും? അവിടെയാണ് ദൈവത്തിൻ്റെ ഹിതം പൂർത്തീകരിക്കപ്പെടുന്നത്. ക്രിസ്തുവിലുള്ള ഐക്യമുണ്ടാവണം കുടുംബത്തിൽ. ഭാര്യയും ഭർത്താവും തമ്മിൽ എന്താണ്? ക്രിസ്തുവിൽ ഐക്യം. ബാക്കിയുള്ള കാര്യങ്ങളിലൊക്കെ, തുണി കഴുകുന്ന കാര്യങ്ങളിലും കറി വയ്ക്കുന്ന കാര്യങ്ങളിലൊക്കെ ഉണ്ടായിരിക്കും. പക്ഷെ എന്താ? ക്രിസ്തുവിലുള്ള ഐക്യം ഉണ്ടാവണം. അതെന്താണ് നമ്മൾ ഇനിയും പഠിക്കേണ്ടതായിട്ടിരിക്കുന്നു. ഞാൻ അവസാനിപ്പിക്കുകയാണ്, നമ്മുടെ സമയം കഴിഞ്ഞു. ഇനി ചെയ്യരുതാത്ത കാര്യങ്ങളാണ് കുടുംബത്തെ സംബന്ധിച്ച് പറയുന്നത്. പിന്നെ മക്കൾ എങ്ങനെ അയക്കണം, പിതാക്കന്മാർ എങ്ങനെ, അതുകൂടി പെട്ടെന്നൊന്ന് പറയാം, ഒരു മിനിറ്റും കൂടി പറയാം. പിതാക്കന്മാരുള്ള ഒരു പറയുന്ന കാര്യം എന്താ? നിങ്ങൾ മക്കളെ കോപിപ്പിക്കരുത്. അത് പിതാക്കന്മാരും മാത്രമല്ല, മക്കളും ഭാര്യമാരും ഉത്തരവാദികളാണ്. മക്കളെ കോപിപ്പിക്കരുത്. സാധിക്കണ കാര്യമാണോ? സാധിക്കണം, അതൊക്കെ സാധിക്കുന്ന കാര്യമാണോ? ഇത് വായിക്കുന്ന മക്കൾ കോപിക്കുന്ന അച്ഛനെയും അമ്മയും കാണുമ്പോൾ എന്താ അവർ ചിന്തിക്കുന്നത്? ഇവർ ദൈവവചനം അനുസരിക്കുന്നില്ല. പേരെന്താ? സുവിശേഷകനാണ്, മൂപ്പനാണ്. പക്ഷെ എന്താ? ഞങ്ങളെന്നും കോപിപ്പിച്ചുകൊണ്ടിരിക്കുക. എപ്പോഴാണ് കോപം തീരുന്നത്? അല്ല, ചെറിയ വർഷങ്ങളൊന്നുമില്ല, വലിയൊരു വർഷങ്ങൾ, ദീർഘമായ വർഷങ്ങൾ പിതാക്കന്മാർ മക്കളെ കോപിപ്പിച്ച് മുന്നോട്ട് പോകാണ്. ഈ ഭാഗം വരുമ്പോൾ എന്ത് ചെയ്യുക? മിണുങ്ങും. തൃശ്ശൂർ ഭാഷയിൽ പറയുകയാണെങ്കിൽ മിണുങ്ങും. മാതാപിതാക്കളുടെ ഉത്തരവാദിത്വം മക്കളോട് ബന്ധമല്ല, അവരെ കോപിപ്പിക്കുവാനായിട്ട് പാടില്ല. അത് ദൈവവചനത്തിൻ്റെ ലംഘനമാണ്, ദൈവകൽപ്പനയുടെ ലംഘനമാണ്. അടുത്ത് പറയുന്നത് എന്താ? വിശ്വാസി തൊഴിൽ ഇടങ്ങളിൽ, ഞാൻ വിശദീകരണമൊന്നും പറയില്ല, തൊഴിലിടങ്ങളിൽ അവിടെ ദാസന്മാരോടും യജമാനന്മാരോടും സംസാരിക്കുന്നു. അവരെന്ത് ചെയ്യണം? അവർ നീതിയെ ആചരിക്കണം. ദൈവം നാം വാഴ്ത്തപ്പെടുമാറാകട്ടെ. നിങ്ങൾക്കത് മനസ്സിലായി കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഞാനൊരു
എന്താ പ്രബോധനപരമായ രീതിയിൽ പോകല്ല ചെയ്ത്, മറിച്ച് 3-ാം അധ്യായം ഞാനൊന്ന് അവലോകനം ചെയ്യുകയാണ് ചെയ്തത്. അപ്പോൾ ഒരു നോട്ട് നിങ്ങളെടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ പഠനങ്ങളുടെ കൂടെ അതിനോട് ചേർത്ത് വെച്ചിട്ട് വലിയവനായ ദൈവത്തെ മഹത്വപ്പെടുത്താൻ സഹായിക്കണം. എന്തെങ്കിലും കുറവശങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണം. പ്രാർത്ഥനയിൽ ഓർത്ത് എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ വിരമിക്കുന്നു. ദൈവം നാം വാഴ്ത്തപ്പെടുമാറാകട്ടെ.